ഗുണ്ടയാണോ? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ ഈ വീഡിയോ അല്ലേ, ഈ വീഡിയോ ഒരു പെയ്ഡ് പ്രൊമോഷൻ പോലെ എനിക്ക് ഫീൽ. കാര്യം ഞാൻ പറയാം, ഉദാഹരണം ഗുണ്ടകളെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളെ ഞാൻ പറഞ്ഞത്. ഈ അനസ് പെരുമ്പാവൂർ ഗുണ്ടയാണെന്ന് പുള്ളി പറയുന്നില്ല, ഞാൻ കണ്ടിട്ടുള്ള പുള്ളി പറയണേ ഞാൻ ഒരു ഗുണ്ടയാണെന്ന്. കാര്യങ്ങളും ഞാൻ കല്ലുവല്ലാണ്. പിന്നെ ഞാൻ പുള്ളിയുടെ അടുത്ത് നിൽക്കുക പറഞ്ഞ് ചോദിക്കാൻ പോകാറില്ല എന്ന് പറഞ്ഞാൽ കാര്യം എനിക്കിത് വിഷയമല്ല. കാര്യം പുള്ളി ഡിഫോമേഷൻ കൊടുക്കാന്ന് വെച്ചിരിക്കുക ഈ ചാനലിൻ്റെ പേരിൽ. കാര്യം ഈ ഊഹാപോഹങ്ങൾ വെച്ചിട്ട് ഓൾറെഡി ഞാൻ കൊടുക്കണത് കുറേ പേര് വെച്ചാണ്. ഈ കേസ് സമയത്തൊക്കെ അവർക്കൊന്നും അറിയാൻ പാടില്ല, ചുമ്മാ എന്തെങ്കിലും കേട്ടു കാണാൻ കൊണ്ടാന്നൊക്കെ പറഞ്ഞ് ഈ ന്യൂസ് കൊടുക്കുന്ന ആളുകളെ പറ്റി കൊടുക്കണം. അങ്ങനെയൊക്കെ ചിരിക്കണു. കാര്യം എല്ലാവരും നീ വലിയ ഗുണ്ടയെന്നൊക്കെ ചോദിച്ചിട്ട് എൻ്റെ പേരിൽ കേസ് പോലും ഇല്ല ഇതിലേക്ക് മുമ്പായിട്ട് പറയുകയാണേ. അപ്പോൾ ഈ പറഞ്ഞ വ്യക്തി ഞാൻ എൻ്റെ മുടിയും താടിയും മീശയൊക്കെ ഇങ്ങനെ ഉള്ളതുകൊണ്ടാണോ, ശരീരമൊക്കെ ഉള്ളതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ഭീകരതയായിട്ട്. ഗുഡ് പേഴ്സൺമാർ ഇഷ്ടം പോലെ, നല്ല മനുഷ്യന്മാർ ഒരുപാടുണ്ട്. നല്ല മനുഷ്യന്മാരെ മോശമാക്കാൻ ഒന്നോ രണ്ടോ പേര് മതി ഇവിടെയുള്ള കുറച്ച് ആൾക്കാർ. അപ്പം എനിക്ക് പിന്നെ ഞാൻ സിനിമയിലാണ് ഗുണ്ടകളെ കണ്ടിട്ടുള്ളത്. എനിക്ക് ഗുണ്ട എല്ലാവരും മനുഷ്യരല്ലേ ബ്രോ, എന്നെ ഇടിച്ചാൽ തിരിച്ചടിക്കും. എന്നെ അങ്ങനെയല്ലേ, സിനിമ എന്നല്ല ഇത് ഒരാൾക്ക് മാത്രം ഇടിക്കുന്ന ഗുണ്ടകളൊക്കെ സിനിമ പെയ്ഡ് പ്രൊമോഷനാണ്. ഇതായിരിക്കും ഞങ്ങളെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ പൈസ വരും. അതിൽ ഫോട്ടോ ഒരു ആളുകൾ കാണും, ഇത് പോയി കമൻ്റ് അടിക്കും, ഓ ഇവനിങ്ങനെയാണോ ഇവരിങ്ങനെയാണോന്ന്. ഞാൻ അവരോട് ഇങ്ങനത്തെ കാര്യം സംസാരിക്കാൻ പോയില്ല. ഞങ്ങൾ ഒരുമിച്ച് നിന്ന് കോഫി കുടിച്ചായിരുന്നു. ഓക്സിജനിൽ വമ്പിച്ച വിലക്കുറവുമായി കേരളം കൂളാകും AC ഡിസ്കൗണ്ട് സെയിൽ. ഓക്സിജൻ, the cooling expert. നമസ്കാരം. ഒന്നിനു പുറകെ ഒന്നൊന്നായി വിവാദങ്ങൾ. ഷിയാസ് കരീം എനിക്ക് വളരെ കാലം മുമ്പ് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. എന്താണ് ഷിയാസ് കരീമിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒന്നിനു പുറകായി ഒന്നായി ഓരോ വിവാദങ്ങൾ വരുന്നു? ഇന്നൊരു വലിയ വെളിപ്പെടുത്തലാണ് ഒരു ചാനൽ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ആ വെളിപ്പെടുത്തൽ ഷിയാസ് കരീമിൻ്റെ പേര് കോട്ട് ചെയ്തുകൊണ്ടാണ് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഒരു ഗുണ്ടാ തലവൻ അനസ് പെരുമ്പാവൂർ, ഇദ്ദേഹവുമായി ഷിയാസ് കരീം ബന്ധമുണ്ട് എന്നാണ് വെളിപ്പെടുത്തൽ. ഷിയാസ് കരീം, എന്താണ് ഒന്നിനു പുറകെ ഒന്നൊന്നായി താങ്കളുടെ പിന്നിൽ ഇങ്ങനെ വിവാദങ്ങൾ വരുന്നത്? എനിക്കറിയാൻ പാടില്ല. നമ്മൾ എന്താ പറയുക, ഞാൻ ഒരു പ്രശ്നത്തിന് പോകാത്ത ഒരാളാണ് ബേസിക്കലി. എൻ്റെ പേര് പറഞ്ഞാലാണ് ഇനി റീച്ച് കിട്ടുള്ളൂ എന്ന് എനിക്കറിയാൻ പാടില്ല. ഈ അനസിക്ക നമ്മുടെ അനസ് പെരുമ്പാവൂർ എൻ്റെ വീട്, ആ പേര് തന്നെ ഉണ്ട് പെരുമ്പാവൂർ. അപ്പോൾ ഞാൻ അനസിക്കാനെ നമുക്ക് ചെറുപ്പം തൊട്ട് അറിയുന്ന ഒരാളാണ്. നമ്മുടെ നാട്ടിലുള്ള ഒരാൾ, ബിസിനസ് ചെയ്യുന്ന ആൾ. പിന്നെ അദ്ദേഹം പൊളിറ്റിക്കലി അങ്ങനെ എന്തൊക്കെയോ കുറച്ച് പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താ പെട്ടെന്ന് പിന്നെ കുറച്ച് പുള്ളി പെട്ടെന്ന് റീച്ചായി. ആളുകളുടെ ഇടയിൽ ഭയങ്കര സംസാരം, ഒരു എന്താ പറയുക അങ്ങനെയൊക്കെ ആയി. പിന്നെ കുറച്ചാൾ കഴിഞ്ഞ് പുള്ളി എങ്ങോട്ട് ഷിഫ്റ്റ് പെട്ടെന്ന് കാണാതെയായി, അപ്രത്യക്ഷമായി. പിന്നെ ഞാൻ പറഞ്ഞു ദുബായിൽ ഉദ്ഘാടനത്തിന് പോയി. അന്ന് ഞാൻ മാത്രമല്ല, ഈ ഉദ്ഘാടനത്തിന് ഞാൻ ദുബായിലെ ഈ അനസിക്കട മാത്രം സ്ഥാപനമല്ല, ഒരുപാട് സ്ഥാപനങ്ങൾ ഉദ്ഘാടനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല സോഷ്യൽ മീഡിയയിൽ. ഞാൻ ഒരു 5-6 സ്ഥാപനങ്ങളല്ലാതെ വേറെ ഒരുപാട് സ്ഥാപനം പ്രൊമോഷൻ ചെയ്തു. അവിടെ ഞാൻ ഉള്ള സമയത്ത് ഒരു വ്യക്തി ഇങ്ങനെ യൂട്യൂബിൽ എൻ്റെ പേരൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഷിയാസ് കരീമാണ് ഇങ്ങനെ അനസ് പെരുമ്പാവൂരിന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ഭയങ്കര. അപ്പോൾ ഞാൻ വലിയ കല്ലുവല്ലിയാക്കി. പിന്നെ ഇന്ന് ഞാൻ രാവിലെ എണീച്ചപ്പോൾ ന്യൂസ് 18 അവർക്കൊക്കെ എന്താണ് കാര്യം എന്താണെന്ന് പോലും അറിയില്ല. എൻ്റെയും ശ്വേതാ മേനോൻ്റെയും ഫോട്ടോ നടുക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒരു ന്യൂസ് വന്നു. ഞാൻ ആലോചിക്കുകയാണ്, ഒരു പെയ്ഡ് പ്രൊമോഷൻ പോലെ എനിക്ക് ഫീൽ ചെയ്തു ഇന്നത്തെ ന്യൂസ് കേട്ടോ. അന്നത്തെ ന്യൂസ് പിന്നെ ഒരു റിയാക്ഷൻ വീഡിയോ പോലെ അതിലെന്നെപ്പറ്റി എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണുന്ന ഇപ്പോൾ ഇൻ്റർവ്യൂ ചോദിക്കുകയാണ് എന്നോട്, വെറുതെ എൻ്റെ പേര് അവിടെ എടുത്തിട്ടാണ് ഷിയാസ് കരീമിനില്ലേ ഇതിൽ ബന്ധം. അപ്പോൾ ഇരിക്കുന്ന ആൾ ഷിയാസ് കരീം അറിയാം. ആ ഒരു സാധനം വന്നു, തമ്പലയും വച്ചാണ് ശ്വേതാ മേനോൻ അങ്ങനെ ഷിയാസ് കരീം സ്വർണ്ണം കടത്ത്. എൻ്റെ പൊന്നിക, ഇപ്പോഴും എൻ്റെ വീടിൻ്റെ കട തീർന്നിട്ടില്ല. ഇപ്പോഴും ഞാൻ ആളുകൾക്ക് പൈസ കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ ഇവിടെ നിന്ന് കഞ്ഞിത്തരം പറഞ്ഞല്ല, നല്ല ഡ്രസ്സും കാര്യങ്ങളുണ്ട്. ആ ലോൺ ഇപ്പോഴും ഞാൻ മാസം അടച്ചിട്ടിരിക്കുക. എൻ്റെ വീടിൽ ഞാൻ ലോണിലാണ് വീടൊക്കെ എടുത്തത്. എനിക്ക് എൻ്റെ കഷ്ടപ്പാട് എന്താണെന്ന് മറ്റുള്ളവരത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അവൻ ചുമ്മാ തള്ളണേന്ന്. പടച്ചോൻ എനിക്ക് ഈ വെളുപ്പും ഇതൊക്കെ തന്നുകൊണ്ട്
ഇക്ക എന്നെ എത്ര വർഷമായിട്ട് അറിയാം, അത് പറ. വർഷങ്ങളായിട്ട് അറിയാം. ഞാൻ ഫുട്ബോൾ കളിക്കുന്ന കാലം തൊട്ടറിയാം. അന്ന് ഇക്കാക്ക് എൻ്റെ ബന്ധുക്കാരൻ്റെ വീടിനടുത്ത് എൻ്റെ വാപ്പയുടെ റിലേറ്റീവ്സ് ഒക്കെ ഇക്കാടെ ആലക്കോട് അവിടെ ഇക്കാക്ക് അറിയുന്ന സ്ഥലങ്ങളല്ലേ. ഇക്കാക്കിനെ ചെറുപ്പം തൊട്ട് അറിയാം. ഞാൻ എൻ്റെ ഉമ്മയായിട്ടൊക്കെ അവിടെ വരുന്ന തൊട്ട് അറിയാം. അവിടെ ഫുട്ബോൾ കളിക്കുന്ന സമയത്തൊക്കെ യൂണിറ്റിക്ക് കളിക്കാൻ പോകുമ്പോൾ അപ്പം ഞാൻ അന്ന് ഇക്കാക്ക് അറിയാമോ എൻ്റെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഇല്ല. എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന വിഷയം. എനിക്ക് ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഇല്ല, എനിക്ക് അങ്ങനെ സാമ്പത്തികമായിട്ട് ചുറ്റുപാടില്ല, എല്ലാം നോർമൽ ഒരു സെറ്റപ്പിലാണ് നമ്മൾ വരുന്നത്. ഈ ബിഗ് ബോസ് ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ല, ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഷിയാസ് കരീമിന് ആരും വന്നിട്ട് ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞ ഈ ബാക്ക് ടു ബാക്ക് വിവാദങ്ങളൊന്നും വരില്ല. ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് ഇങ്ങനെ സിമ്പിളായിട്ട് സ്മൂത്തായിട്ട് ഒരു മനുഷ്യല്ല പെരുമ്പാട് ടൗണിൽ ഒരു മനുഷ്യറിയാതെ അവിടെ വലിയ ചെറിയ വലിയ പ്ലേഡ് കമ്പനിയിൽ സൂപ്പർവൈസറായിട്ടോ അല്ലെങ്കിൽ അതിൽ കാർ ഓടിക്കാനോ എന്തെങ്കിലും ഡ്രൈവറായിട്ട് സെറ്റപ്പിൽ കല്യാണം കഴിച്ചാൽ ഗൾഫിലൊക്കെ പോയി മുടിയൊക്കെ പോയിട്ട് വയറൊക്കെ ചാടി നോർമൽ മനുഷ്യരായിട്ട് നടക്കേണ്ട ഒരാളായിരുന്നു, അങ്ങനെ ആവേണ്ട ഒരാളായിരുന്നു. പക്ഷേ ഞാൻ ഒരു സാധനത്തിൽ നമ്മൾ അതിയായിട്ട് ആഗ്രഹിക്കുകയും അതിൻ്റെ പിന്നാലെ ഇങ്ങനെ ട്രൈ ചെയ്ത് ഇങ്ങനെ മേക്ക് ചെയ്ത് എടുത്തിട്ട് നമ്മളിങ്ങനെ ആയതാണ്. അല്ലാതെ ഒരാൾ വന്നിട്ട് ഒരു രാവിലെ വീട്ടിൽ കൊണ്ട് തന്നൊന്നല്ല ഇങ്ങനെ ആവാൻ വേണ്ടിയിട്ട്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റാത്ത ഒരു കഥ തന്നെയാണ്. നമുക്കത് പറയാൻ പറ്റില്ല, പറഞ്ഞിങ്ങനെ പറയാം ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് അങ്ങനെ ഒന്നും പറയുന്നില്ല. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇൻസൾട്ടിങ്ങും ഇപ്പോഴും കണ്ടില്ലേ, ഇത് അറിയാത്ത എന്നെ ഇതെന്താ പ്രശ്നം, എനിക്കിത് വലിയ പ്രശ്നമില്ല. ഈ എൻ്റെ വീട്ടിലൊരു ഉമ്മ ഉണ്ട്, പ്രായമായ ഉമ്മക്കൊക്കെ പെട്ടെന്ന് തലറങ്ങി വീഴുക, വല്യമ്മ ഉണ്ട്, അവർക്ക് ഇതൊക്കെ ടി വിയിൽ ഇങ്ങനെ അവർ വലിയ സംഭവമായിട്ട് പറയുകയാണേ. അപ്പോൾ ഈ പറഞ്ഞ വ്യക്തി ഞാൻ എൻ്റെ മുടിയും താടിയും മീശയൊക്കെ ഇങ്ങനെ ഉള്ളതുകൊണ്ടാണോ, ശരീരമൊക്കെ ഉള്ളതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ഭീകരതയായിട്ട് കാണിക്കാൻ, എനിക്കറിയില്ല. ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ വെളിപ്പെടുത്തൽ ഔറംഗസീബ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് വെളിപ്പെടുത്തുന്നത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഷിയാസ് കരീമിന് ഈ അനസുമായിട്ട് ബന്ധമുണ്ട്. ഒന്നാമത്തെ കാര്യം, അനസിനെ ദുബായിലെത്തിച്ച് പല ആളുകളെയും പരിചയപ്പെടുത്തിയത് ഷിയാസ് കരീമാണ്. അതുകൊണ്ട് ഷിയാസ് കരീമിന് സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ആൾ ചോദിക്കുമ്പോൾ അതെനിക്കറിയില്ല എന്നാണ് ഔറംഗസീബ് പറയുന്നത്. അത് കൃത്യമായിട്ട് ഞാൻ കേൾക്കുന്നുണ്ട്. അങ്ങനെ എനിക്കതറിയില്ല, പക്ഷേ ഷിയാസിന് ബന്ധമുള്ള ഷിയാസിനുള്ള അവിടെ ആളുകളെ പരിചയപ്പെടുത്തിയെന്നാണ് പറയുന്നത്. ഈ എത്ര വർഷമായിട്ട് ഈ അനസിനെ അറിയാം? ഞാൻ ചെറുപ്പം മുതൽ പെരുമ്പാവൂരുള്ള ആളല്ലേ, ജനിച്ചു വളർന്ന സ്ഥലത്ത് എൻ്റെ നാട്ടിലുള്ള ആളല്ലേ. ഇപ്പം തൊടുപുഴയുള്ള ആൾ ഇക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ ഇക്കാൻ അറിയുന്ന ആൾക്കാർ ഇഷ്ടം പോലെ അല്ലേ തൊടുപുഴ. അത് ഇക്കപ്പോൾ വലിയ പൊസിഷനായിട്ട് ഒരു വിവാദത്തിൽ പോയിക്ക. ഞാൻ വിവാദത്തിൽ പോയാലും എന്നെ അറിയുന്ന ആളെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ഇക്കപ്പോൾ ഇത്ര വലിയ ഇപ്പോൾ ബാക്ക് ടു എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഹൈദരാലി എൻ്റെ ഫ്രണ്ടല്ല, ഹൈദരാലി എൻ്റെ സുഹൃത്തല്ല, അല്ലെങ്കിൽ എന്നെ അറിയുന്ന ആളല്ല എന്ന് ഞാൻ പറയില്ല. ഒരാൾ നമ്മൾ അറിയാമെന്ന് പറഞ്ഞാൽ അയാൾ അറിയും. പിന്നെ അയാളുടെ സ്ഥാപനത്തിൽ ഉദ്ഘാടനം, ഇപ്പം ഞാൻ പറയട്ടെ, ഈ ഉദ്ഘാടനത്തിൽ പോയ സമയത്ത് അനസ് പെരുമ്പാവൂർ അനസിക്ക് അവരൊക്കെ പാർട്ട്ണർഷിപ്പുള്ള ആൾക്കാരുണ്ട്, അവരൊക്കെ എന്നെ വിളിച്ചിട്ടാണ് പോയത്. അപ്പോൾ അവിടെ നമ്മളൊരാൾ കണ്ട് ഒരാളെ മാത്രം ഇഗ്നോർ ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കുന്നില്ല, നമ്മളായിട്ട് സംസാരിക്കും. പിന്നെ അനസ് പെരുമ്പാവൂർ ദുബായിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അറിഞ്ഞപ്പോഴാണ് ഈ സമയത്തല്ലേ, ഇപ്പോഴാണ് അറിഞ്ഞത്. ഇതിനു മുമ്പ് അറിയില്ലായിരുന്നു. എനിക്ക് പുള്ളി അറിയില്ല. ഞാൻ നമ്മുടെ ഫൈസൽക്കട കല്യാണത്തിന് പോയില്ലേ, അപ്പം എനിക്ക് അറിഞ്ഞത്, അപ്പോഴാണ് ഞാൻ അറിയണത്. ഫൈസൽക്കട മോൻ്റെ കല്യാണത്തിന് ആ സമയത്താണ് ഞാൻ ഇദ്ദേഹം ദുബായിലുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അറിയില്ല എങ്ങനെ, ഞങ്ങൾ തമ്മിൽ അങ്ങനെ കോൺടാക്ട് ഇല്ല. ആകെ ഞാൻ പുള്ളിനെ പരിചയപ്പെട്ടതെന്ന് പറഞ്ഞാൽ പെരുമ്പാവൂർ വെച്ചിട്ട്. പെരുമ്പാവൂർ ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ് ഞാൻ നിൽക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അങ്ങനെയാണ് പുള്ളിനെ ഞാൻ അറിയണത്. അല്ലാതെ എന്നെ പുള്ളി താര ഷിയാസ് കരീം എന്ന് അന്വേഷിക്കാൻ പറഞ്ഞു, അങ്ങനെ എന്നെ അന്വേഷിച്ചു. അങ്ങനെ എനിക്ക് ഇൻസ്റ്റയിലാണ് പുള്ളിനെ ഞാൻ പരിചയപ്പെട്ടത്, അല്ലാതെ എനിക്ക് പുള്ളിനെ അറിയാൻ പാടില്ല. ഗുണ്ടയാണോ? ഞാൻ ഗുണ്ടകളുടെ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അല്ല, അനസിന്റെ കുറെ റീൽസ് ഉണ്ട്. അനസിന്റെ റീൽസ് കാണുമ്പോൾ നമ്മൾ കുറെ റീൽസ്, അതൊക്കെ ഒരു മിനിറ്റ്, ആ റീൽസ് കണ്ടപ്പോൾ അനസിന്റെ കുറെ ആളുകൾ 300ഓളം ഗുണ്ടകൾ ഉണ്ടെന്ന് അനസിന്റെ കൂടെ ഉണ്ടെന്നാണ് വാർത്തയിൽ പറയുന്നത്. എനിക്കറിയില്ല കേട്ടോ, എനിക്കതറിയില്ല, അനസിനെയും എനിക്കറിയില്ല. അനസിന്റെ കുറെ റീൽസ് ഉണ്ട്. ഇന്ന് വെളിപ്പെടുത്തിയത് ഔറംഗസീബ് അല്ലേ, അദ്ദേഹം ഈ അനസിന്റെ കൂടെ വർഷങ്ങളായിട്ടുണ്ടായിരുന്നതാണ്. ഇപ്പൊ തെറ്റിപ്പിരുന്നപ്പോഴാണ് ഈ ഒരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ ഈ വീഡിയോ അല്ലേ, ഈ വീഡിയോ ഒരു പെയ്ഡ് പ്രൊമോഷൻ പോലെ എനിക്ക് ഫീൽ. കാര്യം ഞാൻ പറയാം, ഉദാഹരണം, ഈ വീഡിയോ ഇറങ്ങിയ സമയത്ത് എന്നെ പല ആളുകളും വിളിച്ചു, ഗുണ്ടകൾ എന്നൊക്കെ പറഞ്ഞ പേര് ഞാൻ പറയല്ല, പല ആളുകളും വിളിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ പേര് ഞങ്ങൾ പറയും ചാനലൊക്കെ, നീ ഞങ്ങൾക്ക് കുറച്ച് പൈസ തരണം, അങ്ങനെ പറയില്ല. പിന്നെ ഷിയാസിനെ വിളിച്ചിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഗുണ്ടകളെ പേടിയില്ല. ചിലപ്പോൾ ഈ ഇൻ്റർവ്യൂ ചിലപ്പോൾ എനിക്ക് വധഭീഷണിയൊക്കെ ഭയങ്കര സംഭവിക്കുമായിരുന്നു. ഞാൻ പിന്നെ മേളിലെ ആകാശവും താഴെ ഭൂമി എന്ന് പറഞ്ഞ ആളാണ്. എനിക്ക് പേടിയുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയില്ല. പക്ഷെ എനിക്ക് എൻ്റെ എതിരെ ഭയങ്കര വലിയ പൈസ ഒന്നും നമ്മൾ എൻ്റെ പേര് പറയില്ല, അങ്ങനെ ഭയങ്കര വലിയ സെറ്റപ്പ്. പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നിൻ്റെ പേര് ഞങ്ങൾ വലിച്ചിടും, നിന്നെ പുള്ളി. ഞാൻ പറഞ്ഞു, ബ്രോ ഈ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കാണ് ഒരാളുടെ ഭീകരമായിട്ട് ബന്ധം അടുപ്പിക്കുന്നതെന്ന് വെച്ചു. ഞാൻ ആ പുള്ളിനെ എൻ്റെ ലൈഫിൽ കാണുന്ന ഈ സമയത്താണ്.
അവിടെ കല്യാണത്തിന് ആ അപ്പോൾ എന്തിനാണ് നിങ്ങളിങ്ങനെ വെറുതെ ഒരാളെ ഇതാക്കാൻ പറയുന്നത് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ നിന്റെ പേര് പറയും, നീ അത് ഇന്നാണ് പറഞ്ഞത് ഇതിനു മുമ്പാണ്? മുമ്പ് ഇതിനു മുമ്പ് പറഞ്ഞുകൊണ്ടിരിക്കും. ദുബായിൽ ഞാനുള്ള സമയത്ത് പൈസ തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ അതൊന്നും കല്ലിവല്ലിയാക്കി കളഞ്ഞു. അത് നാട്ടിൽ നിന്നാണോ കോള്? നാട്ടിൽ നിന്ന് ഇവിടെയുള്ള കുറച്ച് ആൾക്കാർ. അപ്പം എനിക്ക് പിന്നെ ഞാൻ സിനിമയിലാണ് ഗുണ്ടകളെ കണ്ടിട്ടുള്ളൂ. എനിക്ക് എല്ലാവരും മനുഷ്യരല്ലേ ബ്രോ, എന്നെ അടിച്ചാൽ തിരിച്ചടിക്കും. അങ്ങനെയല്ലേ സിനിമയൊന്നുമല്ല ഇത് ഒരാൾക്ക് മാത്രം ഇടിക്കുന്ന ഗുണ്ടകളൊക്കെ സിനിമ മുടിയൊക്കെ വളർത്തിയിട്ട് ഇങ്ങനെയൊക്കെ തമിഴ് പടത്തിലൊക്കെ ഗുണ്ട അങ്ങനെ ഒരു കൺസെപ്റ്റ് തന്നെ. അത് ഈ ഗുണ്ടകളൊന്നും അധികം സംസാരിക്കില്ല, അല്ലെങ്കിൽ പണി അറിയുന്ന കുറയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്നുള്ളൊരു പഴഞ്ചൊല്ല് പണ്ടത്തെ നാട്ടിലുണ്ട്. എനിക്കിങ്ങനെ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ തന്നെ ഈ എന്താ പറയുക, ഇപ്പോൾ ഈ വീഡിയോൻ്റെ പ്രൊമോഷനാണ്. കാരണം അവന്മാർക്ക് ഗുണ്ട എന്നൊരു പേരെടുക്കുക, ഗുണ്ടാപിരിവ് നടത്തുക, അതിൻ്റെ ഇടയ്ക്ക് കേരളത്തിൽ നല്ല ഡ്രഗ് ഡീലിങ്, ഡ്രഗ്സ്, മയക്കുമരുന്ന് അങ്ങനെയുള്ള പരിപാടികളിലേക്ക് വലിയ ഇപ്പോൾ കേരളത്തിൽ ഭയങ്കരമായിട്ട് ഇത് കുത്തൊഴുക്കാണ്. ഈ ഗുണ്ടകൾ എന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ച് ആളുകളാണ് ഇവിടെ കേരളത്തിൽ മൊത്തം ഉള്ള യങ്സ്റ്റേഴ്സിനായിട്ട് ഈ സ്പ്രെഡ് ചെയ്യുന്ന ഈ ഡ്രഗ്സൊക്കെ. ഇവരൊക്കെ ലക്ഷ്യം അതാണ് എന്ന് പറഞ്ഞാൽ ഒരു ബാനർ ക്രിയേറ്റ് ചെയ്തിട്ട് കുറേ പൈസ ഉണ്ടാക്കുക, പണിയെടുക്കാതെ എന്ന് പറഞ്ഞാൽ പണി അവരെടുക്കില്ല. അതാണ് അനസ് റീൽസ് ഒക്കെ ഇട്ടത്. എനിക്ക് അനസിക്കയുടെ കാര്യം, അനസൊക്കെ റീൽസ് ഇട്ട ഈ അനസ് എന്ന് പറഞ്ഞ വ്യക്തി, എനിക്കറിയുന്ന ഒരു അനസ് പെരുമ്പാവൂർ എന്ന് പറഞ്ഞ വ്യക്തി സിഗരറ്റ് കുടിക്കില്ല, കള്ളു കുടിക്കില്ല, അങ്ങനത്തെ ഒരു പരിപാടിയില്ല കേട്ടോ. എനിക്കറിയുന്ന ഒരു വ്യക്തി, ഞാൻ എൻ്റെ കൺമുമ്പിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പുള്ളി പൊക്കി പറഞ്ഞൊന്നുമില്ല. പുള്ളി ആ കാര്യത്തിലൊക്കെ പുള്ളി ഡീസൻറ്റ്. നമ്മൾ പെരുമ്പാവൂരുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ എനിക്കറിയാലോ. ഇപ്പോൾ ഇക്കാക്ക് നിൽക്കട നാട്ടിലുള്ള ചെക്കന്മാരെ അല്ലെങ്കിൽ ചേട്ടന്മാരെ ഇക്കാക്ക് അറിയാൻ പറ്റും, അമ്മമാർ കള്ളുടി കഞ്ചാവ് വലിക്കുമോ എന്നൊക്കെ ഇക്കാക്ക് അറിയാൻ പറ്റും. തീർച്ചയായിട്ടും. പക്ഷെ ഇപ്പോൾ കുറേ ഗുണ്ടകൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളെ ഞാൻ പറഞ്ഞത്, ഈ അനസ് പെരുമ്പാവൂർ ഗുണ്ടയാണെന്നൊക്കെ പുള്ളി പറയുന്നില്ല. ഞാൻ കണ്ടിട്ടില്ല പുള്ളി പറയണേ ഞാൻ ഗുണ്ടയാണെന്നൊന്നും. പുള്ളിക്ക് എനിക്കറിയാൻ പാടില്ല. പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് പടച്ചോലിന് മാത്രമേ പേടിയുള്ളൂ. പിന്നെ വധഭീഷണിയൊക്കെ സ്വാഭാവികമായിട്ട് എനിക്കുണ്ട്. ഈ അനസിനെ കുറിച്ച് ഇപ്പം അന്ന് ദുബായി പോയപ്പോൾ കണ്ടു. പിന്നീട് അനസുമായിട്ട് ബന്ധങ്ങൾ ഒരു പെരുമ്പാവൂരാണ് എന്ന നിലയിൽ ബന്ധങ്ങൾ പുതുക്കി. ഇപ്പം ഇന്നൊക്കെ ഈ 2-3 ദിവസങ്ങളായി വാർത്തകൾ വരുമ്പോൾ അനസിനെ കുറിച്ച് പിന്നീട് പഠിച്ചു. അല്ല അനസ് പെരുമ്പാവൂർ അല്ല പല ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ ഒന്ന് പഠിക്കണമല്ലോ. ഷിയാസ് ഒന്ന് പഠിക്കാൻ തയ്യാറാണോ? ഞാൻ ആക്ച്വലി എനിക്കറിയുന്ന ഒരാൾ എനിക്ക് അവിടെ പരിപാടിക്ക് എനിക്ക് പൈസ തരുന്നു, ഞാൻ പോകുന്നു. വേറെ എനിക്ക് പുള്ളിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പം ഞാൻ ഇക്കാടെ ഓഫീസിൽ ഉദ്ഘാടനം വന്നു പോന്നു. ഞാൻ എന്താന്നുള്ള കണ്ടിട്ടുള്ളൂ. ഇക്കാടെ പഠിക്കേണ്ട ആവശ്യം എനിക്ക് വരുന്നില്ല. ഇനിയിപ്പോൾ ഒരു കോൺട്രവേഴ്സി വന്നാലും എൻ്റെ പേര് വന്നു കഴിഞ്ഞാൽ എനിക്കറിയാം ഞാൻ ഒന്നും തെറ്റ് ചെയ്തിട്ടില്ല. ഇക്കാര്യം ഞാൻ നമ്മൾ തെറ്റായിട്ടുള്ളൊരു ഡീലിംഗ് ഇല്ലെങ്കിൽ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴും ഞാൻ ഈ വന്ന് പറയുന്നത് പറഞ്ഞാൽ എനിക്ക് ഈ പറഞ്ഞ ഗുണ്ടകളായിട്ട് ബന്ധമില്ല. ഇപ്പോൾ ഞാൻ ഗുണ്ടാന്ന് വെച്ചാൽ ഇക്കാട് നമ്മൾ സംസാരിക്കണേ. ഇക്ക എന്നോട് എങ്ങനെയാണ് അത് നോക്കിയാൽ അനസ് പെരുമ്പാവൂർ എന്നോട് എങ്ങനെയാണെന്ന് നോക്കിയാൽ മതി. എനിക്ക് പൈസ തരുന്നു, ഞാൻ പോകുന്നു. അല്ലാതെ ഞാൻ ആ പുള്ളി അവിടെ എത്ര നടന്മാരും നടിമാരും വന്നേ, അവരുടെ പേരൊക്കെ വന്നു, അവരൊക്കെ അതെ. ഫിറോസിക്ക ഉണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാർ വന്നു. അവിടുത്തെ അജ്മൽ ഖാൻ ഉണ്ടായിരുന്നു, അല്ലേ? അവിടുത്തെ സോഷ്യൽ മീഡിയ വാഹിദ് ഉണ്ടായിരുന്നു. എവരിബഡി എല്ലാവരും ഉണ്ടായിരുന്നു. മുൻതിർ എല്ലാവരും ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ശ്വേതാ മേനോന്റെയും താങ്കളുടെയും പേര് വെച്ചൊന്ന് പിന്നീട് അന്വേഷിക്കും? പെയ്ഡ് പ്രൊമോഷനാണ്. നിങ്ങളെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ പൈസ വരും, അതിൽ ഫോട്ടോ ഒരു ആളുകൾ കാണും, ഇത് പോയി കമന്റ് അടിക്കും, ഓ ഇവനിങ്ങനെയാണോ ഇവരിങ്ങനെയാണോന്ന് കമന്റ് അടിക്കുക. ഞങ്ങളെന്നാലും ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പക്ക പെയ്ഡ് പ്രൊമോഷൻ. നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതിയില്ലേ, ഇത് റീച്ച് ആവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. കാര്യം ഞാൻ വിശ്വസിക്കുന്നത് നീ ഗുണ്ടാപ്പിരിവ് അല്ലെങ്കിൽ ഇതിൻ്റെ പുറകിൽ അവർക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാവും. അല്ലെങ്കിൽ ഇതിൽ ഇപ്പോൾ ഇവിടെ ഗുണ്ടകൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഇതിന് മുമ്പ് പറഞ്ഞു, ഗുണ്ടകൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളൊക്കെ ഈ ട്രാക്സും പരിപാടികളൊക്കെ ആയിട്ട് വിൽപ്പനയും പരിപാടിയാണ്. അല്ലാതെ അനസ് പെരുമ്പാവൂരിനെതിരെ നിരവധി കേസുണ്ട്. ഇങ്ങനെ ഞാൻ കേട്ടു, എനിക്ക് കേസുണ്ട്. അല്ലെങ്കിൽ ഇത്രയും കേസുകളൊന്നും ഇല്ലാതെ ഒരു ചാനൽ അങ്ങനെ കേസുകളുടെ കാര്യമൊക്കെ എണ്ണ വിട്ട് പറയുന്നുണ്ട്. ഒരാളെ തട്ടിക്കൊണ്ടുപോയ കേസ്, ഒരാളെ അങ്ങനെ കേസുകളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അല്ലെങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യത അനസിനാണുള്ളത്. ആക്ച്വലി ഇതൊന്നും എനിക്ക് അറിയാൻ പാടില്ല. അല്ല, അറിയില്ലായിരുന്നു. അത് ഷിയാസ് പറയാൻ സംബന്ധിച്ചു അറിയില്ലാതെയാണ് എല്ലാം ചെയ്തെന്ന് വരും. പക്ഷേ അനസിനെ കുറിച്ച് ഇനി ഷിയാസ് പഠിക്കണ്ടേ? ഇനിയും മനസ്സുമായിട്ട് തുടർന്ന് ഒരു പെരുമ്പാവൂരുകാരനാണ് എൻ്റെ സുഹൃത്താന്ന് പറഞ്ഞ് കൂടണമെങ്കിൽ അനസിനെ കുറിച്ച് ഇനി ഷിയാസ് കരീം പഠിക്കണ്ടേ? ഡെഫിനറ്റ്ലി നമ്മൾ വർക്ക് ചെയ്യുന്നത് അത് രണ്ടും വ്യത്യാസമല്ലേ? തീർച്ചയായിട്ടും. പക്ഷേ ഇപ്പോൾ ഇത്രയും കേസുകൾ വന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാന്ന് പറയുമ്പോൾ പിന്നീട് വലിയൊരു കാര്യമുണ്ട്. ഷിയാസിന് ഒരു പെൺകുട്ടിയായിട്ട് വിഷയങ്ങളുണ്ടായപ്പോൾ അനസിൻ്റെ അവിടെ പോയാണ് ഷിയാസ് കരീം താമസിച്ചതെന്ന് ഈ ഇദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്.
ആ സംഭവം ഞാൻ എന്താണ് സംഭവം ഉണ്ടായത്? അതെ അതെ എനിക്കറിയാലോ ആ ഡേറ്റും കാര്യങ്ങളും. പക്ഷെ അന്ന് അനസ് പോയി അനസിന്റെ അടുത്താണ് പോയി താമസിച്ചത്. അനസിന് താമസിക്കാൻ ഈ കേസുകൾ തമ്മിൽ നമ്മൾ കോണ്ടാക്ട് ഇല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഞാൻ വിളിക്കാറുണ്ട് ദുബായിൽ വെച്ച്. ഷിയാസ് കരീമിൽ താമസിച്ച അനസിന്റെ കൂടെയായിരുന്നു. ഒരു വലിയ വെളിപ്പെടുത്തലാണ് ഇദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഞാനൊരു കാര്യം പറ്റേ, ഞാൻ എൻ്റെ ആ താമസിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ സുഹൃത്ത് നൗഷാദ് എന്ന് പറഞ്ഞ ഒരാളാണ്. ഞാൻ നൗഷാദിനെ വേണ്ടി വിളിച്ച് നിങ്ങൾക്ക് കേൾപ്പിച്ചു. നൗഷാദ് എന്ന് പറഞ്ഞ സുഹൃത്തിൻ്റെ ഫ്ലാറ്റിൽ ഞാൻ താമസിക്കുന്നത്. ഇവിടെ ബർദുബായ് അടുത്തോട് ആണ്. അപ്പോൾ നൗഷാദിൻ്റെ ബർദുബായ് ആണോ സ്ഥലം ഓർക്കുന്നില്ല. നൗഷാദിൻ്റെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. നൗഷാദിൻ്റെ വൈഫും കുട്ടികളൊക്കെ നാട്ടിൽ പോയേക്കായിരുന്നു. ഞാൻ ഹോട്ടലിലാണ് താമസിച്ചിരുന്നത്. ഞാൻ ഒരു ഹോട്ടലിൽ താമസിച്ചിരുന്നത്. അവിടെ നിന്ന് എനിക്ക് മടുത്തു കാര്യം. ഹോട്ടലിൽ നിന്ന് ഞാൻ അവിടെ നിന്ന് നേരെ അങ്ങോട്ട് മാറി. ഫോർച്യൂൺ പ്ലാസയിലാണ് താമസിച്ചത്. കേസ് വന്ന സമയത്ത് ഞാൻ ഫോർച്യൂൺ പ്ലാസയിലാണ്, ദുബായ്, നമ്മുടെ കറാമ കിസേസിൻ്റെ ഇടയിൽ ഫോർച്യൂൺ പ്ലാസ. അവിടെ നിന്ന് ഞാൻ നേരെ എൻ്റെ സുഹൃത്തുന്ന് പറഞ്ഞാൽ നീ ഇങ്ങനെ ഒറ്റയ്ക്ക് കണ്ട. അല്ല, അവന് പേടിയായി കാര്യം ഞാൻ ഈ വലുത് സൂയിസൈഡ് ചെയ്യുമോ അങ്ങനെ ഇതിലേക്ക് ചെയ്യുമോ എന്നുള്ള പേടി. അപ്പോൾ ഞാൻ പറഞ്ഞു, അവനും പറഞ്ഞിട്ടുണ്ടാ നീ ഇങ്ങനെ നിൽക്കണ്ട, ഞാൻ എൻ്റെ കൂടെ നിൽക്ക്, ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കണ്ട, ഞങ്ങൾക്ക് ടെൻഷനാണ്. ഞാൻ മനസ്സാവാതെ അറിയാത്ത കേസും ഞാൻ പെട്ടെന്ന് പീഡിപ്പിച്ചതൊക്കെ പറഞ്ഞിട്ട് യാതൊരു കിടിഞ്ഞു പോവാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഇങ്ങനെയൊക്കെ പറയാൻ അവിടെ നിൽക്കുന്നത്. അങ്ങനെ അവൻ്റെ കൂടെയാണ് താമസം. നൗഷാദിൻ്റെ കൂടെ, അനസിൻ്റെ കൂടെ അല്ല താമസിച്ചത്. അവിടെ വെച്ച് പിന്നീട് അനസിനെ അന്ന് കണ്ടതിന് ശേഷം ഇപ്പൊ ഈ ഉദ്ഘാടനത്തിനാണ് ഷിയാസ് കരീം കാണുന്നത് അല്ലേ? ഷിയാസിന്റെ അടുത്ത് അനസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആകെ കോണ്ടാക്ട് ചെയ്യുന്നത് ഷിയാസിനെയാണെന്ന് പറയുന്നു. എൻ്റെ കയ്യിൽ ആകെ ഞാൻ അനസ് പെരുമ്പാവൂരായിട്ട് സംസാരിക്കാറുള്ളത് ഒരു ഇടയ്ക്കൊക്കെ എന്നെ ഇങ്ങനെ ബോട്ട് ടീമിലേക്ക് വിളിക്കുന്നത്. ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ ഉദ്ഘാടനത്തിന് ഫ്ലൈറ്റ് കയറി, ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റൊക്കെ വേറെ ടീം അയച്ചിരുന്നു. ഫ്ലൈറ്റ് കയറിയോ ദുബായിലെത്തുമ്പോൾ ഇന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യണം. അങ്ങനെയല്ല, ഞങ്ങൾ നമ്മൾ കോൺടാക്ട് ഒന്നുമില്ല. ഷിയാസിനെ നേരിട്ടാണോ അനസാണ് വിളിക്കുന്നത് ഉദ്ഘാടനം? അല്ല, എൻ്റെ അനസിക്കാട് പാർട്ട്ണർഷിപ്പിലുള്ള ആളാണ് വിളിക്കുന്നത്. അനസിക്ക എന്നെ ഇൻഫോം ചെയ്തിരുന്നു. അല്ലാതെ അല്ല, പുള്ളിക്ക് അത്യാവശ്യം സീനിയർ ആയിട്ടുള്ള മനുഷ്യൻ. നമ്മൾ പുള്ളിനെ അങ്ങനെ വിളിക്കലൊന്നുമില്ല. പുള്ളിക്ക് ഒരു എന്നാലും പുള്ളി ഒരു ഇതിൽ നിൽക്കുന്ന ഒരാൾ. നമ്മളങ്ങനെ വിളിച്ച്, എനിക്കറിയാം ഇതുപോലെ തന്നെ കോൺട്രവേഴ്സി എൻ്റെ പേര് വരുമെന്ന്. അപ്പോൾ ഞാൻ അയാളെ വിളിച്ചിട്ട് ഞാൻ തന്നെ കോൺട്രവേഴ്സി ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്കറിയാം ഇങ്ങനെ തന്നെ എൻ്റെ പേരിൽ വരും എന്നും ഇതൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് ഓൾറെഡി. അതെന്തുകൊണ്ട് മനസ്സിലായി അങ്ങനെ? ഓൾറെഡി പുള്ളിനെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്കെതിരെ കേസ് വരും എന്നൊക്കെ പുള്ളിക്കാരൻ്റെ ഓൾറെഡി ഇങ്ങനെ കേസുകൾ ഉണ്ടെന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. അപ്പം നമ്മളൊരു പേടി ഉണ്ടാവുമല്ലോ. അത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടാണ് അറിയണത്, അതിന് മുമ്പല്ലേ അറിഞ്ഞത്? ഈ ഉദ്ഘാടനത്തിന് മുമ്പേ ആളുകൾ പറയുന്നുണ്ടല്ലോ ഇങ്ങനെ കേസുകളുണ്ട്, നാട്ടിലൊക്കെ ഇങ്ങനെ ഭയങ്കര സംസാരമുണ്ട്. അപ്പൊ ഒന്ന് ചോദിക്കണ്ട അനസിന്റെ അടുത്ത്, അനസ് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. എനിക്ക് ഭയങ്കര പേടിയാണ് അങ്ങനെ ചോദിക്കാൻ. ഇപ്പോൾ ഒരാൾ, ഇപ്പം ഞാൻ ഒരു കാര്യം, എനിക്ക് അത്ര എൻ്റെ തരപ്പിടിക്കുള്ള ആളാണ് ഞാൻ ചോദിക്കും. ഇത് ഇച്ചിരി പ്രായമുള്ളൊരു ഒരു ഇങ്ങനെയൊക്കെ വെള്ളം ഒരു നമ്മളങ്ങനെ പോയി ചോദിക്കേണ്ട ആവശ്യം. നമുക്ക് ചില ആളുകളോട് നമ്മളൊരു പൊസിഷൻ വെച്ചിട്ടുണ്ടാവും. അവിടെ പോയിട്ട് നിങ്ങളെങ്ങനെയാണെന്നൊക്കെ ചോദിക്കാൻ എനിക്ക് പേടിയുള്ള ആളാണ്. എനിക്ക് ഭയങ്കര മടിയാണ്. ഇപ്പം ഇക്കാനടുത്ത് പല വിഷയം ഞാൻ എന്തെങ്കിലും വിളിച്ചിട്ട് ഇക്കെന്താ ഇങ്ങനെ ചെയ്യണം ഞാൻ ചോദിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഞാൻ വിളിച്ചു ഇക്കെന്താ ഇങ്ങനെ ഇൻ്റർവ്യൂ ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ. ഞാൻ വലിയ നമ്മൾ പ്രായമുള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ഞാൻ പിന്നെ എൻ്റെ പ്രായമുള്ള ആളാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഇവിടെ ഡൗട്ടുകൾ വരുന്നതുകൊണ്ടാണ് ചോദിക്കുന്നത്. ക്ലിയർ ചെയ്ത് പോകണല്ലോ. അത് ഇനിയൊരു ഇന്റർവ്യൂവിൽ പാളിച്ച വരാൻ പാടില്ല ഷിയാസിന്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും അനസിനെ കുറിച്ച് ഇപ്പം ഷിയാസ് പറഞ്ഞത് തന്നെ. ഷിയാസ് പറഞ്ഞു ഞാൻ അനസിനെ വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാകുന്നു എൻ്റെ മനസ്സ് സ്വയം പറയും, അതുകൊണ്ട് അനസിനെ വിളിക്കുന്നില്ല. അപ്പൊ അനസിനെ കുറിച്ച് കേൾക്കുന്നു. അനസ് ഇങ്ങനെ ഗുണ്ടായിസമുള്ള ആളാണ്, ഗുണ്ടയാണ് പറഞ്ഞു കേൾക്കുന്നു. പറഞ്ഞു ഈ വീഡിയോ കാണുമ്പോൾ കേൾക്കുന്നു. അങ്ങനെ കല്ലുവല്ലിയാണ് അവിടെ, അതാണ് പറയേണ്ടത്. എനിക്കൊന്നും വിഷയമല്ല, കല്ലുവല്ലിയാണ്. ഞാൻ അതിലൊന്നും പെട്ടിട്ടില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കല്ലുവല്ലാണ്. പിന്നെ ഞാൻ പുള്ളിയുടെ അടുത്ത് ഇക്ക പറഞ്ഞ് ചോദിക്കാൻ പോകാറില്ല എന്ന് പറഞ്ഞ കാര്യം എനിക്കിത് വിഷയമല്ല. കാര്യം പുള്ളി, ഞാൻ പറഞ്ഞു ഇപ്പോഴും ഞാൻ പറഞ്ഞു പുള്ളി എന്താണെന്നുള്ള കാര്യം ഞാൻ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് എൻ്റെ ജോലി ചെയ്യുന്നു, ഞാൻ പോരുന്നു, ഉദ്ഘാടനത്തിന് പോകുന്നു. ഞാൻ ഇതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. ഇപ്പം ഇക്ക പറയുന്നത് ഞാൻ ഇങ്ങനെ കളയലുള്ളൂ. സ്വർണ്ണക്കടത്തിൽ വേറെ ഒരു കണ്ണിയാണ് എന്ന നിലയ്ക്കാണ് അല്ല ഇന്ന് വെളിപ്പെടുത്തൽ വന്നത്. അങ്ങനെയൊക്കെയാണ് ഷിയാസ് കരീമിന് വലിയൊരു ആരോപണം. ഷിയാസ് കരീമിന് വലിയൊരു ആരോപണമാണ്. ഷിയാസ് കരീം നിയമപരമായിട്ട് മുന്നോട്ട് പോകണമല്ലോ. എനിക്ക് പ്രശ്നം എൻ്റെ കേസ് അല്ല, അപ്പൊ ഷിയാസ് കരീം നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ? തന്റെ പേര് വലിച്ചിറങ്ങി, ഷിയാസ് കരീമിന്റെ പേര് വലിച്ചിറങ്ങി. ഞാൻ ഇതുവരെ പേരിൽ ഡിഫോമേഷൻ കൊടുക്കാന്ന് വെച്ചിരിക്കുക ഈ ചാനലിന്റെ പേരിൽ. കാര്യം ഈ ഊഹാപോഹങ്ങൾ വെച്ചിട്ട് ഓൾറെഡി ഞാൻ കൊടുക്കുന്നത് കുറേ പേര് വെച്ചാണ്. ഈ കേസും സമയത്തൊക്കെ അവർക്കൊന്നും അറിയാൻ പാടില്ല. ചുമ്മാ എന്തെങ്കിലും കേട്ടു കാണാൻ കൊണ്ടാന്നൊക്കെ പറഞ്ഞാൽ ഈ ന്യൂസ് കൊടുക്കുന്ന ആളുകളെ പറ്റി കൊടുക്കണം. അങ്ങനെയൊക്കെ മാപ്രകളാണ്. പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ മഞ്ഞപ്പത്രക്കാരെന്ന് തന്നെ പറയാം. ഇവർക്കൊന്നും അറിയാനേ പാടില്ല. ചുമ്മാ എന്തെങ്കിലും കേട്ടതും പറഞ്ഞതൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് ന്യൂസ് കൊടുക്കുകയാണ്.
അവർ വിളിച്ചിരുന്നു ഷിയാസിനെ? എന്നെ പത്രക്കാരോ? അല്ല, ഈ ചാനലുകാർ ഷിയാസിനെ വിളിച്ചോ? ഇങ്ങനെ ഷിയാസിന് ഒരു ആരോപണം ഉണ്ടെന്ന് അന്വേഷിക്കാനെങ്കിലും വിളിച്ചിരുന്നു? ഇല്ല എന്നെ വിളിച്ചിട്ടില്ല. ഓ, സാമാന്യ മര്യാദ വെച്ച് വിളിക്കണം. അതിന് ഞാൻ ഇതിന് മുമ്പ് ഞാൻ ഒരു പണ്ടൊക്കെ മീഡിയ തെറി വിടുന്നില്ലേ, കേസ് സമയത്ത് എന്നെ ചോദിക്കണം ന്യൂസ് പറഞ്ഞ മുമ്പ്. ഞാനും എൻ്റെ പേരിലാണ് ആരോപണം വന്നേക്കണേ, നേരെ അങ്ങോട്ട് കൊണ്ടുപോയി കേസ് കൊടുക്കുകയാണ്, ന്യൂസ് അങ്ങോട്ട് കൊടുക്കുക. ഇപ്പം ഇക്ക എന്നോട് ചോദിച്ചു, ഇങ്ങനെ കേൾക്കണ്ടല്ലോ സത്യം. ഇക്കാട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ഞാൻ വിട്ടുവിട്ടാ, ഞാൻ ഇത് കൊടുക്കുന്നില്ല എന്നോട് പറഞ്ഞില്ലേ, എന്നോട് പറഞ്ഞു കൊടുക്കണം. ഷിയാസ് പറഞ്ഞ കാര്യം നമ്മൾ കൊടുത്തു. ആ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡ് കേട്ടിട്ട് ഇങ്ങനെ ഇതിലൊക്കെ ഇൻ്റർവ്യൂ കണ്ടായിരുന്നോ? ഞാൻ കണ്ടിരുന്നു. അയാൾ എൻ്റെ പേര് അങ്ങോട്ട് ചോദിക്കുകയാണ്, കണ്ടിരുന്നോ? തീർച്ചയായിട്ടും അങ്ങോട്ട് ചോദിക്കുക. അതായത് ഫസ്റ്റ് ഇൻ്റർവ്യൂ അല്ല, ഇപ്പം റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂ രാവിലെ വന്നതിൽ ഈ അദ്ദേഹത്തിന് മറ്റേ ആളുടെ പേര് നീ വീണ്ടും പറഞ്ഞുപോയി, അനസിന്റെ കൂട്ടുകാരൻ്റെ പേര്, എൻ്റെ പേരെനിക്ക് മറന്നു പോകുന്നു. അതാണ് ഞാൻ അത് ആ ഇൻ്റർവ്യൂ ചെയ്ത ആളെ ചെയ്തത് ടോമാണ്, എൻ്റെ സുഹൃത്താണ് ചെയ്തത്. അയാൾ അങ്ങോട്ട് ചോദിക്കാൻ എൻ്റെ പേര്. അല്ല, അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ല, അതിനു മുമ്പ് ഇദ്ദേഹം പറയുന്നു, ഔറംഗസേബ് പറയുന്നുണ്ട് ഷിയാസ് കരീമുമായിട്ട് ബന്ധമുണ്ട്. അപ്പോഴാണ് സിനിമാ മേഖലയിലും ഇങ്ങനെ സ്വർണ്ണക്കടത്ത് ഇങ്ങനെ ഗുണ്ടകളുമായിട്ട് ബന്ധമുണ്ടെന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത്. സിനിമാ മേഖല ഇത് സിനിമയിലൊക്കെ നല്ല ആൾക്കാരുള്ള സ്ഥലമാണ് സിനിമാ മേഖല. ഈ ബ്രോ സ്വർണ്ണം കടത്തി കഴിഞ്ഞാൽ പിന്നെ സിനിമയിൽ അഭിനയിക്കുന്ന ആവശ്യം, നല്ല കാശ് ഉണ്ടാക്കുമ്പോഴേ പിന്നെ സിനിമയിൽ അഭിനയിക്കുന്ന ആവശ്യമുണ്ടോ? പണിയെടുത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് ഉദ്ഘാടനങ്ങളും അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് എനിക്ക് സിനിമയിൽ അധികം വേഷങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഈ ഉദ്ഘാടനങ്ങളും ഈ റിയാലിറ്റി ഷോ, സ്റ്റാർ മാജിക്, ബിഗ് ബോസ്, അതിലൊക്കെ നിന്ന് കുറച്ച് തുച്ഛമായ പൈസ കൊണ്ടും പിന്നെ ലോണൊക്കെ എടുത്തിട്ട് നമ്മൾ ജീവിക്കണം, അല്ലാതെ പോസ്റ്റ് ലൈഫൊന്നുമില്ല. ഇനിയിപ്പോൾ കേസ് മുന്നോട്ട് പോകും. അല്ല, ഞാൻ അവരുടെ പേര് നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കാം എന്നുള്ളൊരു പ്ലാനിൽ നിൽക്കുകയാണ്. കാര്യം അല്ലാതെ ചുമ്മാ എൻ്റെ പേര് വലിച്ച് അടിക്ക്, ഇതൊരു പെയ്ഡ് പ്രൊമോഷനാണ് ഇതാളിക്ക്, അല്ലാതെ അല്ല. എങ്കിലും സമൂഹത്തിൽ വലിയ നാണക്കേടുണ്ടാവും. ഇവിടെ സ്വയം പ്രഖ്യാപിക ഗുണ്ടകളാണ്, അവർ മനുഷ്യന്മാരുള്ള ഗുണ്ടകളും സ്വയം പ്രഖ്യാപികമായിട്ടുള്ള ഗുണ്ടകളാണ്. അവർക്ക് ഞാൻ പറഞ്ഞില്ല, അവർക്ക് ഡ്രഗ് വിൽപ്പന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടികളൊന്നും വേറെ ഒന്നുമില്ല. അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും ഈ ഗുണ്ടാപിരിവ്, ഗുണ്ടയാണെന്നൊക്കെ പറഞ്ഞിട്ട് പിരിക്കില്ലേ, അതായത് അങ്ങനെയൊക്കെ വലിയ സെറ്റപ്പ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്നെയും ഷേതാനെയൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടുള്ള ഒരു സംഭവം. അല്ല, ഷേതാമേനോൻ അവിടെ വന്നു കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഷേതാമേനോൻ എന്തെങ്കിലും പറഞ്ഞോ? ഷിയാസിൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഞങ്ങൾ സംസാരിച്ചിരുന്നില്ല. ഞാൻ അങ്ങനെ ഇതിനെപ്പറ്റി അങ്ങനെ കൂടുതൽ സംസാരമൊന്നും ഉണ്ടായിട്ടില്ല. ഈ കാര്യങ്ങൾ ഈ അനസിനെ കുറിച്ച് കൂടുതൽ അറിയാവുന്നത്, അനസിനെ കുറിച്ച് കൂടുതൽ കേട്ടതും അറിഞ്ഞതും ഷിയാസ് കരീമാണ്. ആക്ച്വലി ഞാൻ അവരോട് ഇങ്ങനത്തെ കാര്യമൊന്നും സംസാരിക്കാൻ പോയില്ല. ഞങ്ങൾ ഒരുമിച്ച് നിന്ന് കോഫി കുടിക്കായിരുന്നു ഹോട്ടലിൽ വെച്ചിട്ട്. പിന്നെ ഞാൻ ആർക്കൊന്നും പറയാറില്ല അറിഞ്ഞ കാര്യങ്ങൾ. പിന്നെ ഇപ്പം എന്നെപ്പറ്റി പലതും പറയണ്ടാവും. ഞാനത് കല്ലുവല്ലാണ്. ഞാൻ പറഞ്ഞു, പുള്ളി എൻ്റെ അടുത്ത് കൊണ്ടായിരുന്നല്ലോ, പുള്ളി നോർമൽ മനുഷ്യനായിട്ട് നോർമൽ ബിഹേവിയറാണ്, ഒരു സാധാരണക്കാരനായിട്ട് എൻ്റെ ഇത് ബിഹേവ് ചെയ്താണ്. എപ്പോഴും വന്ന് ഓക്കെ അല്ലേ, നീ ഇന്ന ഹോട്ടലിലാണ് താമസിക്കുന്നത്, ഓക്കെ ശരി, പിന്നെ ഉദ്ഘാടനം തന്നെ കാണുന്നത്. അല്ല, ഇവിടെ ഒരു ഇപ്പം ഷേതാമേനോനായാലും ഷിയാസ് ആണെങ്കിലും ഈ പറഞ്ഞ മാളവിക ആയാലും സാസിക ആയാലും എല്ലാവരും പോയത് ഒരു ഫംഗ്ഷനാണ് പോയത്, അല്ലാതെ അനസിന്റെ വീട്ടിലേക്കല്ല പോയത്. അല്ലേ അതിൽ ഈ ആൾക്കാരൊക്കെ എന്താണ് ഇങ്ങനെ, നമ്മൾ പോയതൊരു ഉദ്ഘാടനം ചെയ്യാനാണ്. അത് ആളുകൾ എങ്ങനെയാണെന്ന് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു ഉദ്ഘാടനത്തിൽ വിളിച്ചു അങ്ങനെ എത്രയോ നോക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു ഉദ്ഘാടനത്തിൽ വിളിച്ചു അങ്ങനെ എത്രയോ മന്ത്രിമാരെ അതൊക്കെ പരിപാടിയിൽ പങ്കെടുക്കുന്നു. പിന്നീട് അവൻ ചെയ്ത കുറ്റങ്ങൾ കാണിക്കും ഫോട്ടോ പുറത്തു വരുന്നു. ഇതാണ് ഇപ്പൊ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഷേതാമേനെ വേണ്ടി ഫോണിൽ ബന്ധപ്പെട്ടു. ഷേതാമേനെ എന്നോട് പറഞ്ഞത്, എന്നെ വിളിച്ചത് ഒരു ഏജന്റാണ് വിളിച്ചത്, ഇങ്ങനെ ഉദ്ഘാടനത്തിന് പോകണം പറഞ്ഞു. ഞാൻ പോയി. ഷേതാമേനെ അത് അറിഞ്ഞിട്ടും കൂടെ ഇല്ല. ഇന്ന് വാർത്ത വന്നപ്പോഴാണ് ഷേതാമേനന്റെ ഫോട്ടോ വെച്ച് വാർത്ത വന്നത്, ഷേതാമേനും കാണുന്നത്. അപ്പൊ ഈ പറഞ്ഞതുപോലെ നമ്മൾ പോയത് ഒരു പൊതു പരിപാടി, ഒരു മാളിലാണ് പോയത് അല്ലേ? അത് പോയത് നിങ്ങൾ മാത്രമല്ല, അവിടുത്തെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ കുറെ പേരുണ്ടായിരുന്നു, പ്രമുഖന്മാർ ഒരുപാട് ഉണ്ടായിരുന്നു, ഒത്തിരി പ്രമുഖരുണ്ടായിരുന്നു അല്ലേ? ഇവരെല്ലാവരും അപ്പം ഈ അനസിനെ പഠിച്ചിട്ടാണ് പോയത്. ആര് പഠിക്കാൻ പോകണുള്ളൂ? ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളൊരു ഉദ്ഘാടനത്തിൽ ദുബായിൽ വിളിക്കുകയാണ്, അപ്പോൾ ഒരാൾ വിളിക്കുന്നു, നാളെ എൻ്റെ ഉദ്ഘാടനമുണ്ട് ഹൈദരാലി നേരം വരണം, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾ വരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോവും. നിങ്ങൾ അയാളെ പോയി പഠിക്കാൻ പോവും. ഇപ്പം എൻ്റെ അടുത്ത് മോനേടാ ഇങ്ങനെ എൻ്റെ ഒരു ഉദ്ഘാടനമുണ്ട്, നീ വരണം, ടിക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്, നിൻ്റെ പൈസ ഞാൻ തന്നേക്കാം, നീ പോരണം, അഡ്വാൻസ് പണി തരണോ? ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല, അഡ്വാൻസും കുഴപ്പമില്ല, അനസിക്കാടല്ലേ അഡ്വാൻസ്. എന്നെ വേറെ ആളെ വിളിച്ചു. അപ്പോൾ ഞാൻ കുഴപ്പമൊന്നുമില്ല, ഞാൻ വന്നോളാം. തിരിച്ചു വരുന്നത് എനിക്ക് പൈസ തന്നു, ഓക്കെ ശരി എന്ന് പറഞ്ഞു പോന്നു. എന്നെ എയർപോർട്ട് ഡ്രോപ്പ് ചെയ്തു. പുള്ളിയുടെ കൂടെ ഒരാളെ എന്നെ ഡ്രോപ്പ് ചെയ്തത്. എന്നെ ഡ്രോപ്പ് ചെയ്ത് ഞാൻ പോന്നു. നമ്മൾ കൂടുതൽ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും. പിന്നെ ഈ അനസിൻ്റെ റീൽസ് ഒക്കെ നോക്കിയിട്ടുണ്ടല്ലോ ഇപ്പം. പിന്നെ അത് എൻ്റെ ഇൻസ്റ്റയിലൊക്കെ ഉണ്ടല്ലോ പുള്ളി കാണാൻ. ഞാൻ പറഞ്ഞു പുള്ളിക്കാരൻ എന്താ ഇങ്ങനെയുള്ള കാര്യം നമ്മൾ അന്വേഷിക്കുന്ന. ഞാൻ പറഞ്ഞു പുള്ളി എന്താ,
നമ്മളൊരാളുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. നമ്മളോട് എങ്ങനെയാണെന്ന് നോക്കിയാൽ മതിയില്ലേ? അതല്ലേ മെയിൻ. നമ്മളോട് എങ്ങനെയാണ് അത് മാത്രം. എന്നെ പുള്ളിയായിട്ട് ഉപദ്രവിക്കാനോ ഒന്നിനും വന്നിട്ടില്ല. നമ്മൾ പിന്നെ അനുസരിക്കാനോ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ആക്ച്വലി എനിക്കുണ്ടായ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. എൻ്റെ പേരിൽ വലിച്ചഴിച്ചതാണ്. ഞാനിതിലായിട്ട് ഒരു ബന്ധവുമില്ല. ഇപ്പോഴും ഞാൻ പറയുന്നു, എനിക്കിതിലൊരു ബന്ധമില്ല. എൻ്റെ നാട്ടുകാരുടെ രീതിയിൽ അനസ് പെരുമ്പാവൂർ എനിക്കറിയാം, അത്രേ ഉള്ളൂ. വേറെ പിന്നെ അയാളുടെ സ്ഥാപനത്തിൽ ഉദ്ഘാടനത്തിൽ ഞങ്ങൾ കുറേ പേര് പോയി, അതിൽ ഞാനും പോയി. അല്ലാതെ എനിക്ക് വേറെ പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ അറിയാം, അല്ല എനിക്ക് വേറെ ബന്ധങ്ങളൊന്നും പുള്ളി. ഇപ്പം നാട്ടിൽ എന്ത് പറയുന്നു? ഇപ്പം ഈ ഒരു വിഷയങ്ങൾ നാട്ടിൽ എനിക്ക് കുറേ പേര് അയച്ചു ചിരിക്കണു. ആരും എല്ലാവരും നീ വലിയ ഗുണ്ടയെന്നൊക്കെ ചോദിച്ചിട്ട്. എൻ്റെ പേരൊരു കേസ് പോലും ഇല്ല ഇതിലേക്ക്. ആകെ വന്ന് ഈ കേസാണ്. അതൊക്കെ അറിയാലോ കാര്യം. പെണ്ണുമായിട്ടുള്ള വിഷയത്തെ കേസാണ്. അവളെ ഞാൻ കെട്ടില്ല എന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിൽ കേസ് കൊടുത്തു. കല്യാണം കഴിഞ്ഞ സ്ത്രീ എനിക്ക് കല്യാണം കഴിക്കാൻ എൻ്റെ വീട്ടിൽ സമ്മതിക്കില്ല, കുട്ടിയുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് ഒളിപ്പിച്ചു വെക്കുന്നതാണ് ഏറ്റവും വിഷമം. അപ്പോൾ നമ്മളത് ഒഴിവാക്കി. അപ്പം എന്ന് കട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് വേറെ കല്യാണം കഴിയുമ്പോൾ എൻ്റെ ഒരു കേസ് കൊടുത്തു. ഇതാണ് ആ സംഭവം. ആ കേസല്ല എൻ്റെ ലൈഫിൽ ഒരു വണ്ടി പിടിച്ച കേസോ എൻ്റെ ഒരു ചെറിയൊരു ഒരു കേസ് പോലും ഇല്ല. ഒരു കേസില്ല എൻ്റെ പേരിൽ. ഇനി വരുമെന്ന് എനിക്കറിയാൻ പാടില്ല. ബാക്ക് ഭയങ്കര പ്രശ്നങ്ങൾ വരുന്നുണ്ട്, അല്ലാക്കറിയാം. എനിക്ക് നമ്മൾ വിചാരിക്കുന്നല്ലോ നമ്മുടെ കാര്യം നടക്കുന്നത്. ഇപ്പം നിലവിൽ ഈ വിഷയമൊക്കെ വന്നപ്പോൾ അനസിന്റെ അവിടെ പോയി ഉദ്ഘാടനം ചെയ്തു. അനസല്ല വിളിച്ചത്, വേറെ ആളാണ് നേരിട്ട് വിളിച്ചത്. അയാളോട് വല്ലതും സംസാരിച്ചിരുന്നു? വിളിച്ച് സംസാരിച്ചു, ഇതിങ്ങനെയൊക്കെ വരുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചിരുന്നു? അതും ചോദിക്കാൻ മടിയാണോ? അല്ല, ഞാൻ ഇത് ഈ യൂട്യൂബ് ലിങ്കൊക്കെ അയച്ചു കൊടുത്താൽ അത് അറിയ സമയത്തൊക്കെ അവരൊക്കെ ചിരിക്കുന്നതാണ്. കാര്യം ദുബായ് എന്ന് പറഞ്ഞ സ്ഥലം വലിയൊരു നഗരമാണ് ബ്രോ. അവിടെ ഇതൊന്നും അല്ല. ഇത് ഇന്ന് കഴിഞ്ഞ് നാളെ തീർന്നു. ഇവിടെയാണ് ഇത് വലിയ ചർച്ചയാണ്. നാളെ ചർച്ച. അവിടെ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 100 കൂട്ടം പരിപാടിയുണ്ട്. അല്ലാതെ ഒരു ഷിയാസ് കരീമിൻ്റെ പേരിൽ കേസും ഇങ്ങനത്തെ കാര്യം കേസും വാങ്ങുമെന്നും പറഞ്ഞു നടക്കലല്ല. അവിടെ നിന്ന് അങ്ങനെ ഇക്കാക്ക് അറിയാൻ പറ്റും. ദുബായ് രാവിലെ വൈകുന്നേരം ആവണമെന്ന് നമ്മൾ അറിയണത്. അത്രയും സ്പീഡിലാണ് കാര്യങ്ങൾ പോണത്. പിന്നെ ആളുകൾ ഇങ്ങനെ. എന്താണ് അനസിന്റെ സ്ഥാപനം ഇനാഗ്രേഷൻ നടന്നത്? നാസ്കോ ലീഗൽ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമാണ്. ഈ പേപ്പർ ക്ലിയറൻസും പേരാണ് പാർട്ട്ണർമാർ? ഈ 2-3 പേരുണ്ടെന്ന് തോന്നുന്നു. കറക്റ്റ് ഡീറ്റെയിൽസ് അവരെ പരിചയമുണ്ടോ? ഞാൻ ഹബീബ് എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട് എനിക്ക്. അയാളെൻ്റെ അയാൾ ഇങ്ങനെ മുമ്പ് ഇങ്ങനെ പരസ്യങ്ങളും പരിപാടികളൊക്കെ ഉണ്ടാകുന്ന ഒരാളാണ്. എനിക്ക് നേരത്തെ അറിയാൻ പുള്ളി. അദ്ദേഹമാണ് വിളിച്ചത്? അദ്ദേഹം ത്രൂ ആണ് നമ്മൾ കണ്ടത്. അനസ് വിളിച്ചാലും നമ്മൾ അനസിനെ നമുക്കറിയാം. പിന്നെ അനസ് നമ്മൾ പണ്ട് തൊട്ട് അറിയാവുന്ന ആളാണ്. പിന്നെ ഞാൻ ആര് വിളിച്ചാലും പോകും. ഈ അനസിന് പണ്ട് തൊട്ട് അറിയാവുന്ന അനസ് ഒരു ഗുണ്ടയായിട്ട് ഷിയാസിനറിയില്ല. അല്ല, ഷിയാസിനറിയില്ല. അങ്ങനെയാണല്ലോ പറയുക, ഗുണ്ട തലവൻ എന്ന നിലയിൽ അനസിനെ വീഡിയോസിലേക്ക് കണ്ടിട്ട് ബ്രോ. ഞാനത് മൈൻഡ് ചെയ്യാറ്. ഞാൻ മീഡിയക്കാരെ വിശ്വസിക്കൽ നിർത്തി. അങ്ങനെയാണ് പണ്ടേ തൊട്ട്. ഞാൻ എന്നാണ് ഈ മീഡിയയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്കറിയാം. ചിലത് എന്താ പറയുക, ആനയെ ആടാക്കുന്നു, ആടിനെ ആനയാക്കുന്ന ആളുകളാണ് മീഡിയ. ഞാൻ കുറ്റം പറയുന്നില്ല. എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്, എൻ്റെ ലൈഫിലുണ്ടായിട്ടുണ്ട്. പക്ഷെ സത്യങ്ങൾ വിളിച്ചു പറയുന്ന മീഡിയാസും ഉണ്ട് ഇഷ്ടം പോലെ. ഗുഡ് പേഴ്സൺമാരും ഇഷ്ടം പോലെ, നല്ല മനുഷ്യന്മാർ ഒരുപാടുണ്ട്. നല്ല മനുഷ്യന്മാരെ മോശമാക്കാൻ 1-2 പേര് മതി മീഡിയയിൽ. അങ്ങനെ ആൾക്കാരുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ ഈ വാദി പ്രതിയാവുന്ന കേസുകളൊക്കെ പോലെ തന്നെയാണ്. ചില കേസിൽ നമ്മൾ പ്രതിയായി പോവാണ്. ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ ഇവിടെ മീഡിയയിൽ ഭയങ്കര ന്യൂസ് വരും. ഞാൻ ചെന്നൈ എയർപോർട്ടിൽ സുഖമായിട്ട് എൻ്റെ കൂട്ടുകാരുണ്ട് പോലീസ് ഓഫീസർ, അവനോട് വർത്താനം പറഞ്ഞിരിക്കാം. അപ്പോൾ അവനോട് ഇത് തന്നെ കാണിക്കണം, ഇങ്ങനെയൊക്കെ വരുന്നുണ്ടല്ലോ എന്ന്, എന്നെ അറസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കറിയാൻ പാടില്ല എന്നെ നാട്ടിൽ വന്ന പോലീസ് പിടിക്കുന്നു. അത് ഇക്കാലത്ത് ഞാൻ പറഞ്ഞിട്ടല്ലോ, ജാമ്യം എടുത്തിട്ടാണ് ഞാൻ നാട്ടിലേക്ക് വന്നത്. എൻ്റെ അല്ല, ഇന്ത്യയിൽ ഒരു ക്രൈം ഉണ്ടായി കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഒന്ന് സറണ്ടർ ആയിട്ട് ജാമ്യം എടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലാക്കിക്കാക്ക്. നമ്മൾ വിദേശത്താണെങ്കിൽ ഇന്ത്യയിൽ നമ്മൾ ക്രൈം ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ ആ പാസ്പോർട്ടും നമ്മുടെ വന്ന ബോർഡിംഗ് പാസ് കാണിച്ചു കൊടുത്തിട്ട് അത് കോടതിയിൽ കാണിച്ചാലാണ് നമുക്ക് ജാമ്യം കിട്ടുള്ളൂ. അല്ലേ? അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും. അത്ര തന്നെ ഞാൻ ചെയ്തത്. അപ്പം എന്നെ അവിടെ എന്നെ ഓടിച്ചിട്ട് പിടിച്ചു, എന്നെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞത്. എനിക്കറിയാലോ എന്നെ ഇന്ത്യയിലൊന്നും എന്നെ പോലീസ് പിടിക്കുമെന്നും എനിക്ക് പ്രശ്നം ഉണ്ടാവുന്നു. ഞാൻ കൊച്ചി എയർപോർട്ടിൽ വരാതിരുന്നാണ് മനഃപൂർവ്വം. എനിക്ക് പേടിയായി ഉണ്ടാവും. ചെന്നൈയിൽ ഇറങ്ങിയത്. അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ അവിടുത്തെ പോലീസുകാരൊന്നും എന്നെ പിടിച്ചുകൊണ്ടിട്ട് ജയിലിൽ പോലീസ് തള്ളി കയറ്റുകയോ ബലങ്ങ് ഒപ്പിക്കുകയോ തലയിൽ തുണിയിടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല. വളരെ എൻ്റെ കൂളായിട്ട്. എൻ്റെ കൂടെ പണ്ട് ഫുട്ബോൾ കളിച്ച് ഞങ്ങൾ കോളേജിലുണ്ടായിരുന്ന എൻ്റെ കൂട്ടുകാരാണ് ചെന്നൈ എയർപോർട്ടിൽ. അവനത് കൂളായിട്ട് ഡീൽ ചെയ്ത് കാസർഗോഡ് പോലീസുകാർ വരുന്നവരെ അവർ എന്നെ ഇന്നോവയിൽ വന്നു. എന്നെ ഇന്നോവയിൽ കൊണ്ടുപോയി. ഇന്നോവയിൽ എന്നെ എല്ലായിടത്തും കൊണ്ടുപോയി. അപ്പോൾ ഇന്നോടെ പൈസ ഞാൻ കൊടുത്തു, അത്രേ ഉള്ളൂ. ഈ ഇവിടെ കൊച്ചിയിലാണെങ്കിൽ ഇപ്പം എന്നെ നേരെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നേരെ നോർത്തിലോ സൗത്തിലോ സ്റ്റേഷനിൽ, അല്ലെങ്കിൽ നെടുമ്പാശ്ശേരി ലോക്കൽ സ്റ്റേഷനിലേക്ക് എന്നെ പോലീസ് ജീപ്പിൽ കൊണ്ടുപോകും. ഒരു തെറ്റും ചെയ്യാതെ ഞാൻ തന്നെ പോലീസ് ജീപ്പിൽ കയറണോ? അത് കഴിഞ്ഞിട്ട് വീണ്ടും
അവർ തന്നെ അവർക്ക് റിമാൻഡ് ചിലപ്പോൾ അവർ അവിടെ നിന്ന് പോലീസ് ജീപ്പിലായിരിക്കും വരുന്നത്. കാസർഗോഡ് ഞാൻ വീണ്ടും ഞെരുങ്ങി പോലീസ് ജീപ്പിൽ കൊണ്ടുവരും. കാസർഗോഡ് കൊണ്ടുവരും അല്ലേ? കാസർഗോഡ് സ്റ്റേഷനിലല്ലോ കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ അതിനൊന്നും ആവശ്യമില്ല. ആ കേസ് ഇപ്പം എന്തായി? കേസ് നടക്കുകയാണോ? കേസ് കോടതിയിലുണ്ടാവും. കോടതി നടക്കും. എന്നെ വിളിച്ചിട്ടൊന്നുമില്ല, കോടതിയിലുണ്ടാവും കേസ്. ഇതുവരെ അവധിക്ക് വെച്ചിരിക്കുകയാണ്. എങ്ങനെയാണ്? ഒരു ഐഡിയ ഇല്ല അതിനെപ്പറ്റി. കേസ് നിൽക്കുന്നു തോന്നുന്നു. ഞാൻ ഇക്കാക്ക് ഒരു ന്യൂസിൻ്റെ സാധനം കാണിച്ചു തരാം. അത് കഴിഞ്ഞ ദിവസം വന്നൊരു സാധനമാണ്. എനിക്ക് എൻ്റെ കൂട്ടുകാരനൊരു അഡ്വക്കേറ്റ് ഉണ്ട്, അവൻ്റെ അടുത്ത് എനിക്ക് അയച്ചു തന്നതാണ്. എൻ്റെ കാര്യങ്ങളായതുകൊണ്ട് അവന്മാരൊക്കെ ഇങ്ങനെ കുറച്ച് എൻ്റെ കാര്യങ്ങളിൽ ഇത്തിരി ഇതാണ്. ഇതൊന്നൊക്കെ വായിച്ചു നോക്കി എന്താണ്. വിവാഹിതയായ സ്ത്രീകൾക്ക് വിവാഹ വാഗ്ദാനം സ്വീകരിക്കാനാവില്ലെന്ന് കോടതി. കോടതിയുടെ പുതിയ അതിൻ്റെ ടൈറ്റിൽ തന്നെ നടക്കണേ, അതിന് നടുക്ക് ബലാത്സംഗ കേസിൽ പ്രതിയെ വെറുതെ വിട്ടു. അപ്പോൾ എന്താണ് ഇപ്പോൾ ഈ കേസ്? അപ്പോൾ എന്താവും നിൽക്കാമെന്ന് മനസ്സിൽ നോക്കി എന്താവും കേസ്? അതിൽ രണ്ടർത്ഥമുണ്ട്. ബലാത്സംഗ കേസിൽ പ്രതിയെ വെറുതെ വിട്ടു. ബലാത്സംഗ കേസ് എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് കൊടുത്തണേ. എൻ്റെ എതിരെ കേസുള്ള സ്ത്രീയും കല്യാണം കഴിഞ്ഞ കുട്ടിയുള്ള സ്ത്രീയാണ്. ഇതെന്താണ്? ഇതിന് വിവാഹിതയായ സ്ത്രീകൾക്ക് വിവാഹ വാഗ്ദാനം സ്വീകരിക്കുന്നതല്ല കോടതി. എൻ്റെ പേരിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന കേസാണ് കൊടുത്തത്. 2021 മുതൽ 2023 വരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു പീഡനമാണോ? നിങ്ങൾ സൗഹൃദത്തിലായിരുന്നു ബ്രോ. എനിക്കൊരു കല്യാണം വന്നിരുന്നു ഇവരായിട്ട്. എനിക്ക് കണ്ടാൽ തരക്കേടില്ല, എനിക്ക് പറ്റിയ സ്ത്രീയാണെന്ന് എനിക്ക് തോന്നി, കാണുമ്പോൾ തോന്നി. ഔട്ട്ലുക്ക് എനിക്ക് അവരുടെ പാസ്റ്റും കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഞാൻ അതൊക്കെ ബാക്കൗട്ട് അടിച്ചു, അത്രേ ഉള്ളൂ. അടിച്ചപ്പോൾ എനിക്ക് പൈസ വാങ്ങി മുങ്ങി എന്നൊക്കെയാണ് പറഞ്ഞത്. മുങ്ങണ പെരുമ്പാവൂരുണ്ടല്ലോ, പൈസ വാങ്ങിക്കുകയാണെങ്കിൽ അവർക്ക് പെരുമ്പാവൂർ എന്നിട്ട് വീട്ടിലൊന്നും പൈസ ഞാൻ കൊടുക്കും. കേസ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പൊന്നു ഗ്രോ, ഞാൻ പൈസ വാങ്ങിച്ചിട്ട് ഞാൻ തലവെടുത്ത് നടക്കാൻ പറ്റും? പെരുമ്പാവൂരിൽ നിന്ന് എറണാകുളത്തേക്ക് എനിക്ക് നടക്കാൻ പറ്റും ഒരു പെണ്ണിനെ പഠിച്ചിട്ട് പറ്റുമോ? ഞാൻ പിന്നെ കൂടുതൽ കാര്യം സംസാരിക്കുന്നില്ല ബ്രോ. കാര്യം തീർച്ചയായിട്ടും കഴിഞ്ഞ കാര്യം എനിക്ക് കേൾക്കാനും താല്പര്യം. കഴിഞ്ഞു പോയ പറഞ്ഞപ്പോൾ അത് കേട്ടുന്നുള്ളൂ. അതിൽ ഒരു കാര്യം എനിക്ക് ക്ലിയർ വരുത്താണ്. അതിനുശേഷം താങ്കൾ ഒരു വിവാഹം ഉറപ്പിച്ചെടുത്തു. അതെ. ആ വിവാഹം എന്തായി? അത് ഇപ്പൊ ഞാൻ കുറച്ച് അറിഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. വിവാഹം മാറിപ്പോയി. അതാണ് കല്യാണം മുടങ്ങാൻ കാരണം ഈ സ്ത്രീ തന്നെയാണ്. എൻ്റെ ഒരു കേസോട് സ്ത്രീ അവരെ വീട്ടുകാരായിട്ട് പോയി കണ്ട് ഒരുമിച്ചുള്ള ഫോട്ടോസ് കാണിക്കുക, അതായത് കല്യാണം മുടക്കുക എന്നുള്ള അത് മുടക്കി, മാത്രമേ ഉള്ളൂ. എനിക്ക് പിന്നെ അതിൽ വലിയ കുറ്റബോധമില്ല. കാര്യം നമ്മൾ ജീവിതത്തിൽ ഭീകരമായിട്ട് ഹോപ്പ് ഒന്നിനും കൊടുക്കാൻ പാടില്ല എന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സിറ്റുവേഷൻ ദൈവം കാണിച്ചു തന്നാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ അത് മുടങ്ങി. അത് എനിക്കതിൽ എന്താ പറയുക, ആ ഒരു സിറ്റുവേഷൻ ഞാൻ ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്തു. എൻ്റെ ഉമ്മയൊക്കെ ഭയങ്കര ഡിപ്രഷനൊക്കെ, ഭയങ്കര വിഷമത്തിൽ. ഞാനും കുറച്ച് ആദ്യം എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര ഷോക്കായിപ്പോയി. അല്ല, ആദ്യം ഫുൾ സപ്പോർട്ടായിരുന്നു കുടുംബം. അത് ആദ്യം, പിന്നെ അത് കേട്ടപ്പോൾ എനിക്ക് ഷോക്കായിപ്പോയി. അപ്പോൾ കുടുംബമൊന്നും സപ്പോർട്ട് ഉണ്ടായില്ല. പെൺകുട്ടിയായിരുന്നു അല്ലേ? പെൺകുട്ടി സപ്പോർട്ടായിരുന്നു. കുടുംബമൊന്നും എന്നെ വാ തുറക്കാൻ സമ്മതിക്കണ്ടായില്ല. കാര്യം എനിക്കൊരു ഇൻ്റർവ്യൂ, ഞാൻ ഇക്കാലത്ത് തന്നെ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ സമ്മതിക്കുന്നില്ല, എന്നെ വിടുന്നുണ്ടായില്ല. എന്ന് പറഞ്ഞാൽ എന്നെ പിടിച്ച് വെക്കുക. എന്നാലേ അപ്പോൾ എൻ്റെ പക്ഷം എനിക്ക് പറയാൻ ആ സമയത്ത് പറ്റിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ഒരു സമയത്ത് എനിക്ക് എൻ്റെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. കാര്യം ആ കുടുംബമുള്ള ഇന്നത്തെ ഇങ്ങനെ ഒന്നും മുന്നും പിന്നും നോക്കാത്തൊരു ഷിയാസായിരുന്നു എനിക്ക് ഇൻ്റർവ്യൂവിലേക്ക് ഇരുന്ന് എന്തുകൊണ്ട് സംസാരിക്കാറ്. അന്ന് എനിക്ക് ആ പെൺകുട്ടി ഉള്ളതുകൊണ്ട് എനിക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പം എനിക്ക് എന്തുകൊണ്ടും പറയാം. സ്വാഭാവികമായിട്ടും അത്തരമൊരു മാറ്റം അവർ ചിന്തിക്കുമ്പോൾ അവരുടെ ഭാഗത്തേക്കുമ്പോൾ സത്യമാണ്. അവർ 100% ന്യായമല്ല അവരുടെ ഭാഗത്ത്, ന്യായമാണ്. എന്നിട്ടും കുറേ പിടിച്ചു നിൽക്കാൻ ആ പെൺകുട്ടി നോക്കി. ആ പെൺകുട്ടിയുടെ ഈ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ടൈം പറഞ്ഞ എതിരാളിക്ക. ഞാനിത് കല്യാണത്തിന് സമയത്ത് തന്നെ ഞാൻ കല്യാണം കഴിക്കുന്ന കല്യാണം എൻഗേജ്മെൻറ്റ് കല്യാണത്തിന് മുമ്പേ ഞാൻ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ആ പെൺകുട്ടി എൻ്റെ കൂടെ നിന്നത്. പിന്നെ എത്ര വലിയ പോരാളിയാണെങ്കിലും ലാസ്റ്റ് നിമിഷം തോൽക്കുന്ന പറയുമ്പോൾ തോക്കാതിരിക്കുക പിന്മാറുന്ന ആ കുട്ടി അത്ര ചെയ്തോളൂ. കാരണം അവർ വിചാരിച്ച പോലെ അവർ വിചാരിച്ചു പറഞ്ഞാൽ എനിക്ക് ജീവിതകാലത്തിൽ ഒരിക്കലും ഒരു സ്ഥലത്തും പോകാൻ പറ്റില്ല, കേസ് വെച്ചിട്ട് എൻ്റെ കരിയർ നശിച്ചു പോവും, ഞാൻ തീരും എന്നൊക്കെയാണ് അവർ വിചാരിച്ചത്. അങ്ങനെയൊന്നുമില്ല. ഈ തീ കുരുത്ത വെളുത്ത് പാടില്ല എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഇക്കാക്ക് അറിയാൻ പാടില്ല. ഞാൻ സെവൻസ് ഫുട്ബോളും കളിച്ച് അതുകൂടെ ഗ്രൗണ്ടിൽ കയറുന്ന ഇടിയുണ്ടാക്കിയും ആൾക്കാർ വാടകയ്ക്ക് കളിക്കാൻ പോയിരുന്നൊരു വ്യക്തിയാണ്. എനിക്കപ്പോൾ ഇതുകൊണ്ട് വലിയ സംഭവമൊന്നുമില്ല. ആരോപണങ്ങൾ മനുഷ്യന്മാർക്ക് ഉണ്ടാവും. എന്തെങ്കിലും ചെയ്യുന്ന ആളുകളെ ആരോപിക്കുകയുള്ളൂ. അല്ലാതെ വെറുതെ വീട്ടിൽ ചായ കുടിച്ച് വരാന്തയിൽ പത്രം നോക്കിയിരിക്കുന്ന ആൾക്കാർ ആരും വന്ന് ആരോപിക്കുകയും ഇങ്ങനെ എതിർക്കുകയും ചെയ്യില്ല. വളർച്ചയിൽ ശത്രുക്കളുണ്ടോ? ഡെഫിനറ്റ്ലി ഉണ്ടാവുമല്ലോ. അവരൊക്കെ ഒന്നിച്ച് നിന്നാണ് ഈ ഒന്നിന് പറയുന്ന ആരോപണം വരുന്നത്. അതെ അതെ. ഇപ്പോഴത്തെ ഈ സംഭവം അങ്ങനെയാണെന്ന് ഈ സംഭവം ഇതൊരു ശത്രുക്കൾ ഉണ്ടാവും. കാര്യം
ഇനിയിപ്പോൾ ഈ ഇൻ്റർവ്യൂ ഇറങ്ങുമ്പോൾ ഇനി എന്തായിരിക്കും വരാമെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ശത്രുക്കൾ എനിക്ക് നല്ലോണം ഉണ്ട്. അത് നമ്മൾ നേരെ പോകാൻ എന്നുള്ള ആളുകൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ടാവും. വളഞ്ഞിങ്ങനെ സോപ്പിട്ട് ന്യൂട്രലായിട്ട് നിൽക്കുന്നവർക്ക് ശത്രുക്കൾ ഉണ്ടാവില്ല. ഇക്കാക്കില്ലേ ശത്രുക്കൾ? തീർച്ചയായിട്ടും. അത് നിൽക്കാതെ നേരെ സംസാരിക്കണോണ്ടാ, സ്ട്രൈറ്റായിട്ട് പറഞ്ഞോണ്ടാ. എന്നാൽ ന്യൂട്രലിൽ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്കി ഒരു ശത്രുക്കൾ ഉണ്ടാവില്ല. എല്ലാവരെയും സോപ്പിട്ട് ഇങ്ങനെ, എനിക്കങ്ങനെ എല്ലാവരും സോപ്പിട്ട് ഇങ്ങനെ അടിച്ച് ഇങ്ങനെ കൂളായിട്ട് നിൽക്കാൻ എനിക്കറിയാൻ പാടില്ല. ഞാൻ എല്ലായിടത്തും കാര്യങ്ങൾ മുഖത്തേക്ക് പറയും. അല്ലാതെ ഇനിയൊരു വിവാഹം വേണ്ടേ? ഇനി സൽമാൻ ഖാൻ ഫാനാണ് ഞാൻ. കല്യാണം കഴിച്ചില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ലേ? പുള്ളി ഇപ്പോൾ ജീവിക്കണ്ടല്ലോ, അടിപൊളിയായിട്ട് ജീവിക്കണേ. അല്ല, ഉമ്മായിക്ക് ഒത്തിരി ആഗ്രഹം കാണും. എൻ്റെ അനിയനുണ്ട് വീട്ടിൽ. അനിയൻ പെണ്ണിട്ട് ഉമ്മാക്ക് ആഗ്രഹം ഉമ്മ അത് തീർത്തോളും. നോ മാരേജ്, ഞാൻ ഇങ്ങനെ ജീവിച്ചോട്ടേക്ക. പറയുമ്പോഴും വിഷമമുണ്ട്. അത് എൻഗേജ്മെൻറ്റ് വീഡിയോ ഒക്കെ യൂട്യൂബിലൊക്കെ ഇവിടെ കിടന്ന് ഓടുന്നുണ്ട്. ഗൂഗിളിലൊക്കെ വരുമ്പോഴും ഫോട്ടോസൊക്കെ ആ ഫോട്ടോ ഒക്കെ വരുന്നുണ്ട്. വിഷമം ഉണ്ടാവുമല്ലോ ചെറുതായിട്ട്. അലിമനെ മനുഷ്യനല്ലോ. അത് നമ്മളെന്തായാലും ചെറിയൊരു ഇഷ്ടമില്ലാതെ നമ്മളൊരാളെ കല്യാണം കഴിക്കാനൊന്നും സമ്മതിക്കില്ല. അപ്പം എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ആ കുട്ടിയെടുത്ത് പറഞ്ഞിട്ട് തന്നെയാണല്ലോ ഈ കല്യാണത്തിന് ആ കുട്ടി നേരം ഞാനും. പിന്നെ ലാസ്റ്റ് നിമിഷം അതുകൊണ്ട് എനിക്ക് പെണ്ണെന്ന് പറഞ്ഞ ഒരു വിഭാഗം അങ്ങനെയുള്ള ആളുകളോട് എനിക്ക് അങ്ങനെ വലിയ ഭീകരമായിട്ടുള്ള ട്രസ്റ്റൊന്നും ഇല്ല. ഇപ്പോൾ ആകെ ട്രസ്റ്റ് ചെയ്യുന്ന എൻ്റെ ലൈഫിൽ എൻ്റെ ഉമ്മ മാത്രമേ ഉള്ളൂ. അതെന്ത് പറഞ്ഞാലും എന്നെ വിട്ടുപോകില്ല എന്നുള്ളൊരു ഉറപ്പുകൊണ്ടാണ്. ബാക്കി ഇങ്ങനെ എനിക്ക് വലിയ ട്രസ്റ്റ് പോകാൻ കാരണം നമ്മുടെ സിറ്റുവേഷനാണ്. സ്ത്രീകളോടുള്ള ട്രസ്റ്റ് നമുക്ക് നഷ്ടപ്പെടാൻ. എന്ന് വെച്ചാൽ എല്ലാ സ്ത്രീയും മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. നല്ല സ്ത്രീകൾ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ എൻ്റെ ലൈഫിൽ കുറേ വില്ലത്തിമാർ വന്നുകൊണ്ട് എനിക്ക് അത് ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. ഈ കല്യാണം കഴിക്കുകയാണെങ്കിൽ തന്നെ എന്നെ കറക്റ്റായിട്ട് കഴിഞ്ഞ് കല്യാണം കഴിക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിക്കില്ല. നോ മാരേജ്. അതാണ് തീരുമാനങ്ങൾ ഒത്തിരി മാറ്റി ചിന്തിച്ചു തുടങ്ങി അല്ലേ? മാറ്റി ചിന്തിക്കാനാണ് നമ്മുടെ സിറ്റുവേഷൻ. നമ്മൾ നമ്മുടെ കൺമുമ്പിൽ കണ്ടുമുട്ടുന്ന സാഹചര്യങ്ങളും സിറ്റുവേഷനും അതൊക്കെ സിനിമയിലെ പോലത്തെ കാര്യങ്ങളാണ് നമ്മുടെ കൺമുമ്പിൽ കാണുന്നത്. അപ്പോൾ അതൊക്കെ വരുമ്പോൾ നമ്മൾ മാറ്റി ചിന്തിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പിന്നെ എനിക്കെൻ്റെ കരിയറാണ് ഏറ്റവും വലുത്. ഞാൻ സ്നേഹിക്കുന്ന സിനിമയാണ്. അതാണ് എൻ്റെ ഭാര്യയും എൻ്റെ ഗേൾഫ്രണ്ടൊക്കെ. അത് റെഡി ആവട്ടെ, അപ്പോൾ എല്ലാം വരും നമ്മുടെ അടുത്തേക്കും അല്ലേ? തീർച്ചയായിട്ടും. അല്ലാതെ നമ്മൾ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് അതൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. 2018-19 ബിഗ് ബോസ് ചെയ്യുന്നപ്പോഴത്തേക്ക് എനിക്ക് കല്യാണം കഴിക്കണം എന്നുള്ളൊരു അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ ആഗ്രഹം കൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ കേസ് തന്നെ വരാൻ കാരണം. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വരില്ല. ഈ സിനിമയിലൊക്കെ ഒരു കഥാപാത്രം ഉണ്ടല്ലേ, ഏത് പെൺകുട്ടി നല്ല പെൺകുട്ടി കണ്ടെങ്കിൽ ഞാൻ പൊക്കൊക്കെ കൊണ്ടുപോകണം, എനിക്ക് അത് കിട്ടിക്കൊള്ളാല്ലേ, അത് ബൈക്കിൽ അവളെ വിട്ട് സ്വപ്നം കാണുന്ന ആ ഒരു ക്യാരക്ടറായിരുന്നു എൻ്റെ. പക്ഷേ പിന്നെ പോയതും പെട്ടതൊക്കെ വേറെ സ്ഥലങ്ങളിലേക്ക് റോങ് ആയിട്ടുള്ള ഡോറാണ് മുട്ടിയത്. എല്ലാം റെഡിയാവും. എല്ലാം അറിഞ്ഞപ്പോൾ വേണ്ടാന്ന് വെച്ചു ആദ്യത്തെ സംഭവം, അല്ലെങ്കിൽ സുഖമായിട്ട് കല്യാണം കഴിച്ച് തീർച്ചയായിട്ടും അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ലോക്കായി പോയനെ. ഭാഗ്യമാണ് പടച്ചോൻ നമ്മുടെ കൂടെ. സ്വന്തം മകനെ അനിയനെന്നൊക്കെ പറഞ്ഞിട്ട് പരിചയപ്പെടുത്തുന്ന ആൾക്കാരെ കെട്ടിക്കഴിഞ്ഞാൽ തീർന്നില്ലേ? അങ്ങനെയൊക്കെ ഒരുപാട് കഥകളുണ്ട്. അതിൻ്റെ പിന്നിൽ ഭീകരമായിട്ടുള്ളൊരു സ്റ്റോറി ഉണ്ട്. തീർച്ചയായിട്ടും. ഞാൻ പിന്നെ അതൊന്നും ഈ കോടതിയിലറിയാം. ഞാൻ ഇതൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്, കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. അതല്ല പറഞ്ഞു ഇപ്പം തന്നെ ഞാൻ ഈ കാണിച്ചെന്ന ഈ ന്യൂസ് പേപ്പറില്ലേ, അതിൽ തന്നെ മനസ്സിലാക്കാൻ പാടില്ല ഈ കേസ് എന്തോരം പോകുന്നു. ഈ കേസ് എവിടെ വരെ പോകും? അവർക്ക് എന്നെക്കാളും പ്രായമുണ്ടെന്നേ, ഞാനൊന്നും അറിഞ്ഞില്ല. ഈ കേസ് എന്തോരം പോകുമെന്ന് ഇക്കാക്ക് മനസ്സിലാക്കാം. അത്രേ ഉള്ളൂ. ഇതൊന്നും പിന്നെ ഇപ്പോൾ നമ്മൾ ഇപ്പം നടക്കുന്ന ആരോപണങ്ങളും എനിക്ക് മനസ്സാവാചകം അറിയാത്ത കാര്യമാണ്. എനിക്കറിയാവുന്ന പെരുമ്പാവൂരുകാരൻ അനസിക്ക, ഷിയാസ് വിളിക്കുന്ന അനസിക്ക, അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിനോട് ഇനാഗ്രേഷൻ ചെയ്യാൻ പോയി. ഇതാണ് എനിക്കുള്ള ബന്ധം. അദ്ദേഹം ഗുണ്ടയാണോ ഗുണ്ടാത്തലവനാണോ ഞാൻ അന്വേഷിക്കേണ്ട കാര്യമില്ല. അതല്ലേ ഷിയാസ് കരീം നമുക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് തെളിയിക്കേണ്ട പോലീസാണ്. സത്യം അല്ലേ? ഇവിടുത്തെ പോലീസ് ഞാൻ സ്വർണം കടത്തിയിട്ടുണ്ടെങ്കിൽ പോലീസ് പിടിക്കട്ടെ. അതെ, ഞാൻ അത് പറഞ്ഞല്ലോ. ഇന്ന് ഞാൻ എൻ്റെ വീഡിയോ കണ്ടിരുന്നോ? ഞാൻ ട്രാവൽ ചെയ്യുന്നതൊക്കെ പക്ക പ്രോപ്പറായിട്ടാണ്. പാസ്പോർട്ട് കൊടുക്കുന്നു, എൻ്റെ കണ്ണ് സ്കാൻ ചെയ്യുന്നു, ഞാൻ കൂളായിട്ട് ഫുൾ എൻ്റെ ചെക്ക് ചെയ്യുന്നു. എന്നെ പിടിക്കട്ടെ. എനിക്ക് നല്ലൊരു ഭാവി എൻ്റെ കരിയറിൽ ഞാൻ എപ്പോഴും ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുന്ന ആളാണ്. ഒരു ഹോപ്പ് എപ്പോഴും ഉണ്ട്. എനിക്ക് നല്ലൊരു നടനാകണം. എനിക്ക് അങ്ങനെ അറിയാൻ പാടില്ല. ഞാൻ എപ്പോഴും ഇതാണ് എൻ്റെ ചിന്ത. എനിക്കല്ലാതെ വേറൊരു ചിന്തയല്ല. എനിക്ക് സ്മഗ്ലർ ആവണമെന്നോ അല്ലെങ്കിൽ എനിക്ക് വലിയ ഗുണ്ടാണെന്നോ അല്ലെങ്കിൽ എനിക്കൊരു ചിന്തയില്ല. നേരെ വാ. ഞാൻ എൻ്റെ കുടുംബത്തെ ഇപ്പോഴും ഞാൻ ഇവിടെ നിന്നിരുന്ന് സ്ട്രൈറ്റായിട്ട് സംസാരിക്കുന്നത്. ഞാൻ ഇപ്പോഴും എൻ്റെ വീട്ടിൽ അരി വാങ്ങിക്കാൻ കൊടുക്കുന്ന പൈസ ഹലാലായിട്ടാണ്. ഞാൻ ഹറാമിലൂടെ ഒരു രൂപ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ലോണൊക്കെ എടുത്തിട്ടുണ്ട്, അതില്ലാതെ പറഞ്ഞില്ല. ലോൺ എടുക്കാൻ നമുക്ക് ഈ വീടൊന്നും വയ്ക്കാൻ പറ്റില്ല. അല്ലാതെ ഞാൻ ഹറാമിലൂടെ ഒരു രൂപ ഉണ്ടാക്കിയിട്ടില്ല, ഒരു രൂപ. അതുകൊണ്ട് ഞാൻ
ഹാപ്പി ആയിട്ടിരിക്കും, എനിക്ക് ഒരു ടെൻഷനില്ല. പിന്നെ ഇങ്ങനെ വരുമ്പോൾ കേൾക്കുമ്പോൾ എനിക്കിനി ഉമ്മക്ക് രാവിലെ അടിക്കുമ്പോൾ എനിക്ക് പ്രാന്തായി, നോമ്പ് പിടിച്ചാൽ കിടന്നുറങ്ങാണ്, നിന്റെ പേരിൽ ന്യൂസൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുകയാണ്. ഞാൻ പറഞ്ഞു എവിടെ, അമൗണ്ട് തരുവാണ്. അപ്പോൾ എൻ്റെ ഉറക്കം പോയി. പണ്ടാണ് രാവിലെ ഈ റമദാൻ മാസമായിട്ട് മനുഷ്യനെ ടിങ്ങറാക്കാനായിട്ട് ഒരു വള്ളിയും പലയായിട്ട് ഇങ്ങനെ വന്നോളും. അപ്പോൾ എന്തായാലും ഷിയാസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ എടുത്തത്. ഞാൻ എൻ്റെ പല ചോദ്യങ്ങളും ഞാൻ 2-3 റിപ്പീറ്റേഷനൊക്കെ വന്നിട്ടുണ്ട്, പല ചോദ്യങ്ങളും ചോദിച്ചു. ഇപ്പോഴും ഞാൻ പറയുന്നു, ഷിയാസിന് അറിയാവുന്ന അനസ് ഇങ്ങനെയല്ല എന്ന് ഷിയാസ് പറഞ്ഞു. ഗുണ്ടയാണോ, ഗുണ്ടാ തലവനാണെന്ന് ഷിയാസിന് അറിയില്ല. ഷിയാസ് സ്വർണ്ണക്കടത്തിന് കൂട്ടുനിന്നിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല, അതിന് ഷിയാസിൻ്റെ ആവശ്യമില്ല എന്ന് ഷിയാസ് പറയുന്നു. ഇനി തീരുമാനിക്കേണ്ടത് പ്രേക്ഷകർ തന്നെയാണ്. പ്രേക്ഷകർക്ക് വിധി എഴുതാം. ഞാൻ ഷിയാസിനെ വിളിപ്പിക്കാൻ വേണ്ടി വിളിച്ചൊന്നുമില്ല. ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഷിയാസിനെ വിളിച്ചു. എനിക്കറിയാവുന്ന വ്യക്തിയെ കൊണ്ട് ഒരു ഇൻ്റർവ്യൂ എടുക്കണം, ഷിയാസിന് പറയാനുള്ള സ്പേസ് വേണം. എൻ്റെ അടുത്ത് എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞത് ഒരു ഇൻ്റർവ്യൂ കൊടുക്കേണ്ടതാണ്. നമ്മൾക്ക് ഒരുപാട് ബന്ധമാണ്, ഞാൻ ഇക്കാടെ മുമ്പിൽ ഇരുന്നതാണ്. കാരണം ഇതുവരെ നമുക്ക് ഒരു ഇൻ്റർവ്യൂ ഒരുമിച്ച് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. അപ്പോൾ ഇതൊരു പടച്ചോൻ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആക്കിയതാണ്. ഇതിങ്ങനെ വരണം, ഇങ്ങനെ നമ്മൾ ഇരിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നടക്കും. പിന്നെ ആവശ്യമില്ല. ഞാൻ എല്ലാ മനുഷ്യന്മാരും എല്ലാ രീതിയിലും ഒരുപാട് പ്രശ്നങ്ങൾ പോയി പെട്ടുപോകണയാണ്, അല്ലാതെ ഒരിക്കലും ഒരാൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ഞാൻ ഈ ഉദ്ഘാടനത്തിൽ പോയില്ലാതെ എൻ്റെ പേരിൽ ഇങ്ങനത്തെ ഒരു കേസ് വരുമോ, ഒരിക്കലും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യം വരുമോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം, എൻ്റെ ഒരു ആരോപണം വരുമോ? ഞാൻ പോയതല്ല, എനിക്ക് അരി വാങ്ങിക്കണ്ടേക്ക, ജീവിക്കണ്ടേ, എൻ്റെ കുടുംബം പോറ്റണ്ടേ, എന്നെ ഡിപ്പെൻഡ് ചെയ്ത് എൻ്റെ ഫാമിലി ഉള്ളത്. അല്ലാതെ ഞാൻ വലിയ മറ്റേ വായിൽ സ്വർണ്ണം കണ്ടിട്ട് ജനിച്ചൊന്നുമല്ല. ഇക്കാക്കറിയാലോ എൻ്റെ ചെറുപ്പം തൊട്ട്. ഇക്കത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഇത് ഇക്കാക്ക് മനസ്സിലാക്കി. പിന്നെ ജനങ്ങളെല്ലാവരും നമ്മൾ 100% ആൾക്കാരും ഇതാകാനും പറ്റില്ല, നമുക്ക് തൃപ്തിയാകാനും പറ്റില്ല, ഒരിക്കലും പറ്റില്ല. എങ്ങനെ ജീവിച്ചു പോട്ടെ, ഉപദ്രവിക്കരുത്, ആരും പോട്ടെ. പറയേണ്ടത് പറഞ്ഞു. ഇനി പ്രേക്ഷകർ തീരുമാനിക്കും. എന്തായാലും ഷിയാസിനെ സംബന്ധിച്ചോളം ഷിയാസിന് എന്താണ് പറയാനുള്ളത് അത് പറയാൻ വേണ്ടി ഞാൻ വിളിച്ച ഉടനെ വന്നു. പെരുമ്പാവൂരിൽ നിന്ന് ഇൻ്റർവ്യൂ തന്നിട്ടുണ്ട്. പക്ഷേ തമ്പിൽ ഷിയാസിൻ്റെ പടവും ശ്വേതാമനുവിൻ്റെയും പടം വന്നപ്പോഴാണ് ആ വാർത്തയ്ക്ക് റീച്ച് ഉണ്ടായത്. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ എനിക്ക് തോന്നിയത്. ശ്വേതാമനെ വിളിച്ചും ശ്വേതാമനു ഒന്നും അറിയില്ല എന്ന് ശ്വേതാമനോട് പറഞ്ഞു. എന്നെ ഉദ്ഘാടനത്തിന് വിളിച്ചു, വേറെ ആൾ വിളിച്ചു. ഞാൻ ഉദ്ഘാടനത്തിന് പോയി. ഞാൻ അവരുടെ വീട്ടിൽ ഒരു ഫംഗ്ഷന് പോയല്ല, ഞാൻ അത്രയും ആളുകളുള്ള സ്ഥലത്ത് ഒരു പ്രോഗ്രാമിന് പോയതാണ് എന്ന് ശ്വേതാമനൻ കൃത്യമായിട്ട് എന്നോട് മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെറുതെ വലിച്ചിഴച്ചതാണ് എന്ന് എനിക്കും തോന്നി അതിനകത്ത്. അതുകൊണ്ട് തന്നെയാണ് ഷിയാസിനെ വിളിച്ചു വരുത്തിയത്. ഇനി തീരുമാനിക്കട്ടെ, വിധി എഴുതട്ടെ, അല്ലേ? ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്.